ഇതൊരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ആണ് ഇതിന്റെ ബേസ് ക്യാമ്പസ് ആണ്. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ പറയാൻ പോകുന്നത് വേറൊരു കഥ, കുറച്ച് സീരിയസ് ആയിട്ട് ഒരു സമയത്ത് നടന്നൊരു കഥ ഇതിൽ നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പക്ഷേ നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല, കാരണം അതൊരു സസ്പെൻസ് എലിമെന്റ് ആയിട്ട് വരും. പിന്നെ ചേച്ചി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു മെസ്സേജ് ഈ പടത്തിലൂടെ നമ്മൾ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഈ പറഞ്ഞ പോലെ സസ്പെൻസ് ആയതുകൊണ്ട് നമുക്കത് റിവീൽ ചെയ്യാൻ പറ്റില്ല, എത്രയായിട്ട് റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഓൺ ദ ഹോൾ ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഫാമിലിയുടെ കൂടെ പോയി എൻജോയ് ചെയ്ത് കാണാവുന്ന ഒരു എന്റർടൈനറാണ് ആഘോഷം. ഞാനും കുറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ക്യാമ്പസ് ചിത്രത്തിന്റെ ഭാഗമാവുകയാണ്. ആൻഡ് വലിയൊരു വ്യത്യാസം എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ 10-20 വർഷങ്ങൾക്ക് മുമ്പ് ക്യാമ്പസ് ചിത്രങ്ങളിലെല്ലാം അല്ലെങ്കിൽ പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള അവരുടെ ബന്ധം, അവരുടെ കണക്ഷൻ എപ്പോഴും നമ്മളൊരു ഭക്തി ബഹുമാനത്തോടു കൂടിയാണെങ്കിൽ ഇപ്പൊ കുറെ കൂടി ഫ്രണ്ട്ലി ആയിരിക്കുകയാണ്. പ്രൊഫസേഴ്സും സ്റ്റുഡൻസുമായിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഈ സിനിമയിലൂടെ കാണാം. അതെനിക്ക് തോന്നുന്ന ട്രെയിലറിലൊക്കെ നമുക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ വളരെ എൻജോയ് ചെയ്ത് സിനിമയുടെ ടൈറ്റിൽ പോലെ തന്നെ ഓൺ സെറ്റും ഓഫ് സെറ്റും വളരെ ഏറെ ആഘോഷിച്ച് തന്നെ ചെയ്ത ഒരു സിനിമയാണ്. പിന്നെ ഇതിന്റെ എനിക്ക് തോന്നുന്നു അതിനൊരു മുഖ്യ കാരണം ഇതിന്റെ സംവിധായകനും ഇതിന്റെ പ്രൊഡക്ഷനിലെ ഈ സ്റ്റേജിങ് ടീമൊക്കെ തന്നെയാണ്. കാരണം അവിടെ ചെല്ലുന്ന സെറ്റുകൾ ഡയറക്ടറും അതിന്റെ പ്രൊഡക്ഷനൊക്കെ വളരെ ഫ്രണ്ട്ലി ആയിട്ടും വളരെ ജോവിയലായിട്ടുള്ള ഒരു മൂഡിലാണെങ്കിൽ തന്നെ നമുക്ക് വർക്ക് ചെയ്യാനുള്ളൊരു സന്തോഷം, ഒരു ആഗ്രഹം തോന്നും. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ഇത്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും വളരെ സംതൃപ്തരാണ് ഈ പടം ചെയ്തതിൽ. അപ്പോ ഇനി എന്താ പറയുക, ഒരു ആർട്ടിസ്റ്റ് വരെ എനിക്ക് തോന്നുന്നു അമൽ തുടങ്ങാം അല്ലെ ആഘോഷത്തെ പറ്റി. അമൽ. എല്ലാവർക്കും നമസ്കാരം. ഗുമസ്തന് ശേഷം ഞാൻ ചെയ്ത സിനിമയുടെ ആഘോഷം. CM ഗ്ലോബൽ മൂവീസിന്റെ ഭാഗത്ത് ചേച്ചി, ഡോക്ടർ പ്രിൻസ് റോസി, ഡോക്ടർ ദേവസി, അങ്ങനെ കുറച്ച് ആൾക്കാരെ ഒരു കൂട്ടായ്മയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയുടെ ആഘോഷം. ഇതൊരു കോളേജ് സബ്ജക്റ്റ് ആണ്, ഒരു ക്യാമ്പസ് പരിപാടിയാണ്. അപ്പം കോളേജ് എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഒരു ക്യാമ്പസ് എന്ന് പറഞ്ഞാൽ അതിന്റെ എല്ലാ കളറും അല്ലെങ്കിൽ എല്ലാ ഒരു ജോലിയും കൂടുമ്പോൾ ഒരു പരിപാടിയാണ്. അപ്പം അതിന്റെ ടാഗ്ലൈൻ തന്നെ ലൈഫ് ഈസ് ഓൾ അബൌട്ട് സെലിബ്രേഷൻസ് ആണ്. അപ്പൊ ആ ടാഗ്ലൈൻ പോലെ തന്നെ ഒരു സെലിബ്രേഷൻ കൂടിയാണ് സിനിമ. അതേപോലെ ഈ പടത്തിൽ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളിവിടെ നമ്മുടെ ഹീറോ നരേൻ ഭായ് ഉണ്ട്, ബോബിച്ചേട്ടൻ, ജയ്സേട്ടൻ, ഈ ഇരിക്കുന്ന ആൾക്കാരെ കൂടാതെ നമുക്കിപ്പോ ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ്, വിജയരാഘവൻ, രഞ്ജി പണിക്കർ സാർ, അപ്പൊ അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ്, ജോണി അയച്ചേട്ടൻ, അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് ഉള്ള സിനിമയാണ് ആഘോഷം. തീർച്ചയായിട്ടും ഈ ക്രിസ്മസിന് ഒത്തിരി സിനിമകൾ വരുന്നത് എനിക്കറിയാം. കുറെ പടങ്ങൾ റിലീസ് ഉണ്ട്, ഓൾറെഡി റിലീസായ പടങ്ങളുണ്ട്. അപ്പൊ ആ കൂട്ടത്തിൽ നമ്മുടെ ഈ ആഘോഷം ഒരാഘോഷമായി തന്നെ മാറുന്ന ഒരു പ്രതീക്ഷ, വിശ്വാസവും നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. December 25 പടം റിലീസ് ചെയ്യുന്നു. അപ്പം എല്ലാവരും തന്നെ പടം ഏറ്റെടുക്കും. ഗുമസ്തനെ ഏറ്റെടുത്ത പോലെ ഈ പടവും ഏറ്റെടുക്കുന്ന വിശ്വാസത്തോടെ നമ്മൾ വന്നിരിക്കുകയാണ്. ബാക്കി നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. പണി എന്ന സിനിമയ്ക്ക് ശേഷം എൻ്റെ റിലീസാകാൻ പോകുന്ന രണ്ടാമത്തെ ചിത്രമാണ്, മൂന്നാമത്തെ ചിത്രം സുമതി പണിക്ക് ശേഷം റിലീസാകാൻ പോകുന്ന മൂന്നാമത്തെ ചിത്രം. അപ്പം ഒരുപാട് പ്രതീക്ഷയുണ്ട്. ഒരു ക്യാമ്പസ് ബേസ്ഡ് സബ്ജക്റ്റ്. എൻ്റെ ക്യാരക്ടറിന്റെ പേര് കിങ്സ് ബൈനി എന്നാണ്. ഈ കോളേജ് ക്യാമ്പസിൽ ഒരു ക്യാൻറ്റീൻ നടത്തി വേറെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ ക്യാൻറ്റീൻ നടത്തി പിള്ളേരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ചു പോകുന്ന നായകനോടൊപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് എൻ്റെ. 25-ാം തീയതി സിനിമ ഇറങ്ങാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ കാണണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. എല്ലാവർക്കും നമസ്കാരം. ഇതുപോലെ തന്നെ ഗുമസ്തന് ശേഷം അമലിൻ്റെ കൂടെ മറ്റൊരു പടം കൂടി ചെയ്യാനുള്ള ഭാഗ്യം കിട്ടിയതെന്ന് സ്ഥിരമായി ചെയ്യുന്ന കഥാപാത്രങ്ങളിൽ നിന്നല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന പോലത്തെ ഒരു കഥാപാത്രമാണ് എനിക്ക് ആഘോഷത്തിൽ കിട്ടിയത്. അതെനിക്ക് പറ്റുന്ന പോലെ നന്നായി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഫാമിലി ആയിട്ടും മക്കളോടൊപ്പം അല്ലെങ്കിൽ കർണന്മാരോടൊപ്പം ഒക്കെ പോയി ഒരുമിച്ച് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഫാമിലി ത്രില്ലിംഗ് മൊമെന്റ്സ് ഉള്ള നല്ലൊരു കഥയുള്ള സിനിമയാണ്. എല്ലാവരും കാണണം, സപ്പോർട്ട് ചെയ്യണം.
പരിചയപ്പെടുത്താം. ഇത് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഗൗതം വിൻസെന്റ്. അദ്ദേഹമാണ് നമ്മുടെ 2 സോങ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വൈഫ് ഒരു പാട്ട് പാടിയിട്ടുമുണ്ട്. രണ്ടുപേരും നല്ല കലാകാരന്മാരാണ്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് മലയാള സിനിമയ്ക്ക് വേണ്ടി ഗൗതം സംഗീതം ചെയ്യുന്നത്. ഞങ്ങളുടെ എല്ലാം ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് മ്യൂസിക് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അടുത്ത ചിത്രങ്ങളിലെല്ലാം സംഗീതത്തിന് വലിയ പ്രാധാന്യം തന്നെയുണ്ട്. കാരണം പാട്ടുകളെ എപ്പോഴും സ്നേഹിക്കുകയും എവിടെ ചെന്നാലും പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഗൗതമിന് നല്ലൊരു 2 പാട്ടുകൾ ചെയ്യാനുള്ള ഒരു വലിയ അവസരം ഈ ആഘോഷത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിനെപ്പറ്റി നമ്മൾ ഗൗതം പറയും. എല്ലാവർക്കും നമസ്കാരം. ഈ 2025 ക്രിസ്മസ് എനിക്ക് എന്തുകൊണ്ടും വളരെയധികം ആഘോഷകരമായിട്ടുള്ള ഒരു ക്രിസ്മസ് ആണ്. കാരണം ഇത്രയും നാളും കുറെ സിംഗിൾസും ജിംഗിൾസും എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ ബാൻഡ് ഷോസ് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആദ്യമായിട്ടാണ് മലയാള സിനിമയിലോട്ട് ഒരു എൻട്രി എത്തി കിട്ടുന്നത്. അതിന് ഞാൻ സീൻ ഗ്ലോബൽ മൂവീസിനും അമലേട്ടനും പ്രത്യേകം നന്ദി പറയുന്നു. ഈ ഒരു പടത്തിൽ 2 പാട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലവ് സോങ് ആണ്, പിന്നെ ലഹരിക്കെതിരെയുള്ളൊരു ഗാനം. ഈ 2 കാര്യങ്ങൾ ഈ ദിവസങ്ങളിലായിട്ട് യൂട്യൂബിൽ വരുന്നതായിരിക്കും. അപ്പം എൻ്റെ ഒരു ആദ്യത്തെ ചിത്രമാണ്. എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനകളും ആഗ്രഹിക്കുന്നു. താങ്ക് യു. അതായത് നമ്മുടെ ഈ ആഘോഷത്തിന്റെ ട്രെയിലറും നമ്മുടെ 2 സോങ്ങൊക്കെ നമ്മുടെ റിലീസായിരുന്നു. അപ്പൊ അതൊക്കെ റിലീസായപ്പോൾ എൻ്റെ അടുത്ത് ഒത്തിരി ഏറ്റവും കൂടുതൽ ഞാൻ ചില ചോദ്യങ്ങളൊന്നാണ് ആരാണ് ഈ ഹീറോ എന്നുള്ളത്. കാരണം കുറെ എൻക്വയറീസ് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അത് അറിയാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഞാൻ പറയുന്നത് റോസ്മിൻ നമ്മുടെ പടത്തിന് ഹീറോയിൻ ആണ്. പവി കേന്ദ്രീകരണ പടത്തിന് ശേഷം ദിലീപേട്ട പടത്തിന് ശേഷം സെക്കൻഡ് കൂടെ റിലീസ് ആഘോഷമായിട്ട് വരുന്നത്. ഇതാണ് റോസ്മിന്റെ പറയുന്നത്. ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും കാണാൻ പറ്റിയതിൽ സന്തോഷം. സോ നേരത്തെ പറഞ്ഞ പോലെ ആഘോഷന്റെ 2ാമത്തെ സിനിമയാണ്. ഫസ്റ്റ് പവി കേട്ടേക്കറായിരുന്നു. ആ ഒരു ടീമിന്റെ കൂടെ ഒരു ട്രാവലിംഗ് കഴിഞ്ഞിട്ട് ഈ ടീമിലേക്ക് വരുമ്പം എനിക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടായിരുന്നു. കാരണം ഞാൻ അവിടെ ഹാപ്പി ആയ പോലെ തന്നെ ഇവിടെയും ആ ഒരു ഹാപ്പിനെസ് ഫീൽ ചെയ്യണം എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ ആയിരുന്നു എനിക്ക് ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നപ്പം എല്ലാവരും സീനിയർ ആർട്ടിസ്റ്റ് ആണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അത്രയും നമുക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ടായിരുന്നു തുടങ്ങിയതെല്ലാം. പക്ഷെ ഇവരെല്ലാവരും അടിപൊളിയാണ്. ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഡയറക്ടർ ആയാലും പ്രൊഡ്യൂസർ ആയാലും കൂടെ കോ ആക്ടേഴ്സ് നാരായണേട്ടൻ, ബോബി ചേട്ടൻ, ജയ്സേട്ടൻ, ഇവിടെ വരാത്ത ഒരുപാട് പേരുണ്ട്. ഇനി എല്ലാവരുമായിട്ട് ഒരുപാട് സന്തോഷത്തോടെ ഷൂട്ടിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇപ്പം ഇവിടെ എത്തി നിൽക്കുകയാണ്. 2 ദിവസം കൊണ്ട് റിലീസാണ്. സോ എക്സൈറ്റഡ്. ഒരുപാട് സന്തോഷം ആഘോഷത്തിന്റെ പാർട്ടാവാൻ പറ്റിയതിൽ. താങ്ക് യു സോ മച്ച്. അടുത്തതായിട്ട് നമ്മുടെ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഋഷിനെ പറ്റി പറയാം. ഋഷി ആക്ച്വലി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഷാനി കലാസാറിന്റെ മകനാണ്. ഋഷിന്റെ 3ാമത്തെ റിലീസാണ്. ഋഷി ഹീറോയുടെ അവിടെ ഓൾറെഡി വന്നിട്ടായിരുന്നു. അപ്പൊ ഋഷിന് ആക്ച്വലി കോളേജിൽ ഒരു ഗംഭീര ക്യാരക്ടർ അഭിനയിക്കുന്ന ഒരു ആളാണ്. അപ്പൊ ഋഷിന് എന്താ പറയുന്നത്? എല്ലാവർക്കും നമസ്കാരം. അപ്പോ എന്നെ ആദ്യമായിട്ട് സിനിമയിലോട്ട് വിളിക്കുന്നത് ജയസേട്ടനാണ്. ഒരു കാസ്റ്റിംഗ് നടക്കുമ്പോൾ ഞാൻ ഫോട്ടോസിന്റെ ചേട്ടൻ അയച്ചു കൊടുത്തിട്ട്, അപ്പോ ഈ ഒരു പടത്തിലെ ഒരു കോളേജിന്റെ ഒരു ഫുൾ ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ പടം നടക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഫോട്ടോസ് അയച്ചു കൊടുത്തു. അപ്പൊ ജയസേട്ടൻ വിളിച്ചു, പൂജയ്ക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാ ക്രൂയും പരിചയപ്പെടാൻ പറ്റിയായിരുന്നു. പിന്നെ നമ്മൾ അതിലോട്ടങ്ങ് ജോയിൻ ചെയ്തു. പിന്നെ ഈ ഒരു പടത്തിന്റെ ക്രൂ കാസ്റ്റ് എല്ലാം ഭയങ്കര ഫണ്ണായിരുന്നു. അപ്പൊ ഇത് നമ്മൾ വർക്ക് ചെയ്യുന്ന പോലെ അറിഞ്ഞിട്ടില്ല. ഇതിന്റെ സ്പേസ്, വർക്ക് സ്പേസ് ആണെങ്കിലും ഭയങ്കര അടിപൊളി ഫണ്ണായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോ ഇത് ഒരു അടിപൊളി സിനിമയാണ്. ഒരു വലിയൊരു മെസ്സേജ് പറയുന്ന ഒരു ഫണ്ണായിട്ടുള്ള ഒരു സിനിമയാണ്. അപ്പൊ എല്ലാവരും ഈ December 25th ആഘോഷം വന്ന് കാണണം, നമ്മളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു. അടുത്തത് നമ്മുടെ പടത്തിന്റെ ആഘോഷത്തിന് ക്യാമറമാൻ റോജോ. ആക്ച്വലി നമ്മുടെ ഈ ടീസറും സോങ് ഒത്തിരി പേര് അതിന്റെ ഫ്രെയിമിങ്ങിനെ പറ്റിയും ക്യാമറമാനെ പറ്റി ഒത്തിരി പേര് അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ മെയിൻ കാരണം നമ്മുടെ DOP റോജോ ആണ്. റോജോയ്ക്ക് എന്താ പറയുന്നത്? നമസ്കാരം. എൻ്റെ ആദ്യമായിട്ട് ഫസ്റ്റ് റിലീസാണ് പടം ആഘോഷം. ഒരുപാട് സന്തോഷമുണ്ട് ആഘോഷത്തിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി പടം കാണണം, സപ്പോർട്ട് ചെയ്യണം. നന്നായിട്ട് ചെയ്തു എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി പടം കാണാൻ ശ്രമിക്കണം. ഓക്കെ, താങ്ക് യു. ഹായോ, എൻ്റെ പേര് അഞ്ജലി എന്നാണ്. ആഘോഷത്തിലാണ് ഞാൻ ആദ്യമായിട്ടൊരു നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഭയങ്കര എൻജോയ് ചെയ്ത് ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. അത് നിങ്ങളിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.
അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി കണ്ട് ഞങ്ങൾ സിനിമ വിജയാക്കി തരണം. താങ്ക് യു. ഹായ് ഓൾ, എൻ്റെ പേര് ആർദ്ര. ഭയങ്കര സന്തോഷം, ആഘോഷത്തിൻ്റെ ഒരു പാർട്ടായിട്ടാണ് നിൽക്കാൻ പറ്റുന്നതിൽ. ആൻഡ് എൻ്റെ ബ്ലെസ്സി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഞാൻ ആഘോഷ മൂവിയിൽ ചെയ്യുന്നത്. ലാസ്റ്റ് നിമിഷമാണ് ഞാൻ ബ്ലെസ്സി ആയിട്ട് ഇവിടെ എത്തുന്നത്. ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഷൂട്ടിംഗ് ടൈം മൊത്തം ക്യാമ്പസിലായിരുന്നു എൻ്റെ പോർഷൻ. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തൊരു മൂവിയായിരുന്നു മൊത്തം. അത് 25th ഇറങ്ങുവാണ്. എല്ലാവരുടെയും സപ്പോർട്ടും അനുഗ്രഹം ഉണ്ടാവും ആഘോഷത്തിന്. ഇനി ഞങ്ങളുടെ സിനിമയുടെ നെടുന്തൂണായി കൂടെ നിന്ന് ഞങ്ങളുടെ സ്വന്തം ടൈറ്റസ് സിനിമയെ പറ്റി പറയുന്നതാണ്. താങ്ക് യു ജയ്സർ. ഇനി സിനിമയുടെ പ്രൊജക്ട് ഡിസൈനറാണ്. ഒപ്പം തന്നെ ചെറിയൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആദ്യമേ തന്നെ പറയട്ടെ, ഈ 2025 ക്രിസ്മസിന് ആഘോഷം തൂക്കും എന്നുള്ള വിശ്വാസത്തിലാണ് അവിടെ നിൽക്കുന്നത്. ഇവരാരും പറഞ്ഞില്ല, പക്ഷെ ഞാൻ പുറകെ പറയുകയാണ്, ആഘോഷം തൂക്കും. അപ്പൊ കൂടെ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ തൂക്കാൻ പറ്റുള്ളൂ. അപ്പൊ എല്ലാ പ്രേക്ഷകരും വരണം, കാരണം നിങ്ങൾക്ക് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയായിരിക്കും സിനിമ. അതിനുള്ള എല്ലാ ചെലവുകളും ഡയറക്ടർ അമൽ കെ ജോബി ഇതിനകത്ത് ചേർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സ്റ്റീഫൻ ദേവസ്വയുടെ 2 സോങ്സ് ഉണ്ട്, അത് ഓൾറെഡി നമുക്ക് റിലീസ് ആയിട്ടുണ്ട്. ഒപ്പം തന്നെ ഗൗതമിന്റെ അതിമനോഹരമായിട്ട് ഗാനങ്ങൾ ഇറങ്ങാറുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാ രീതിയിലും സസ്പെൻസും ത്രില്ലിങ്ങും കോമഡി എല്ലാം കൊണ്ട് നിങ്ങൾ എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന സിനിമ എനിക്ക് ആഘോഷം. പിന്നെ ലിസ്റ്റേജിക്കുള്ള പ്രത്യേക താങ്ക്സ്. ഞാൻ സുചിത്രമാണ്. ഈ സിനിമയൊരു സ്വപ്നവും അഭിനയ ഒരു മോഹം എന്നാണ് എനിക്ക് ഇതിലേക്ക് വഴിയാക്കിയത്. നമ്മളാണ് ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ഭൂപിച്ചേന്റെ അസിസ്റ്റന്റാണ് കാര്യമില്ല. പിന്നെ ഈ ഒരു ആഘോഷം എല്ലാവർക്കും ഒരു ആഘോഷമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു. 25 എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണും. താങ്ക് യു. അതെ, സോനിക്ക്. സോറി, കുറച്ച് ലേറ്റ് ആയി പോയി. സോ എൻ്റെ പേര് സോനാഫിൽ. ഇതിലൊരു ക്യാരക്ടർ റോൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് താങ്ക് യു സുജിത്തേട്ട ചേട്ടനാണ് ഇതിനകത്ത് റെഫർ ചെയ്തത്. ഒരുപാട് നന്ദിയുണ്ട്. അതിനെ എടുത്ത അമലേട്ടനും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാൽ എനിക്ക് ഇതിനകത്ത്. കാരണം ഇതുവരെ ചെയ്തതിൽ കുറച്ച് സ്ട്രഗ്ലിംഗ് ആയിട്ടും ചെയ്തൊരു മൂവി ആയിരുന്നു. ആൻഡ് ഭയങ്കര എക്സൈറ്റഡ് ആണ്. താങ്ക് യു. നമ്മുടെ സിനിമയിൽ ഇവരെല്ലാവരെയും കൂടാതെ ഇനിയും ഞാനും അതോടൊപ്പം തന്നെ ജോളിയാൻ ചേട്ടൻ, വിജയരാഘവൻ ചേട്ടൻ, രഞ്ജി പണിക്കർ സാറ്, രഞ്ജി പണിക്കർ സാറിന്റെ മോന് നിഖിൽ രഞ്ജി പണിക്കർ നല്ലൊരു റോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ദിവ്യദർശൻ, മക്ബൂല്, ഷാജു ശ്രീധർ, അദ്ദേഹം നല്ലൊരു റോളാണ് ചെയ്തിരിക്കുന്നത്. കൈലാഷ്, ഇങ്ങനെ ഒരു നല്ലൊരു ടീം വർക്ക് തന്നെ അതിലുണ്ട്. അതോടൊപ്പം എനിക്ക് മറ്റൊരു കാര്യം പറയാനുള്ള, ഇതിന് നമുക്ക് സ്ഥലം തന്നത് ഈ കോളേജ് 50-55 ദിവസം നമുക്ക് തന്നത് പാലക്കാട് യുവക്ഷേത്ര കോളേജാണ്. ആ കോളേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് ലഹരി വിമുക്ത കോളേജിനുള്ള അവാർഡ് കിട്ടിയ കോളേജാണ്. അപ്പൊ ആ കോളേജ് തന്നെ നമുക്ക് വേണ്ടി എല്ലാ വാതിലുകളും ഈ നല്ലൊരു സന്ദേശം ഉൾപ്പെടെ നല്ല സിനിമ എനിക്ക് വേണ്ടി തുറന്നു തന്നു. അപ്പൊ അത് നന്ദിയോടെ വാക്കാണ്. കാരണം പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഉൾക്കൊള്ളിച്ച് വേണം ഈ സിനിമ ചെയ്യാൻ. അതിനുള്ള സാധ്യതകളെല്ലാം തന്നത് അവരാണ്. അതോടൊപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ പ്രൊഡക്ഷൻ ടീമിലെ എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ് നമുക്ക് സമൂഹത്തിന് നല്ല പാട്ടുകളൊക്കെ ആണെങ്കിൽ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന നല്ല സിനിമ. അതെന്ന് പറഞ്ഞിട്ട് ഒരു ഉപദേശം അങ്ങനെയൊന്നുമല്ല. യൂത്തിനൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ വരുന്ന നിങ്ങളൊരു പക്ഷേ കണ്ടു കാണും. കലാലയത്തിൻ്റെ ഒരു പാട്ട് ഇതിലുണ്ട്. അത് അതായത് കൂട്ടിരിക്കാൻ പച്ചമരത്തണലുകളും, അതുപോലെ തന്നെ അതായത് കലാലയത്തിന്റെ വേഡ്സുകളെല്ലാം സന്തോഷ് വർമ്മ മനോഹരമായിട്ട് എഴുതി അതിന് നല്ല ട്യൂണിങ് കൊടുത്തേക്കുന്ന ഒരു പാട്ടാണ്. അപ്പോൾ നമുക്ക് പാട്ടുകൾക്കുള്ള ഒരു പ്രാധാന്യം പ്രത്യേകിച്ച് ഈ സിനിമയിൽ നമുക്ക് മനസ്സിലാവും. അതിന് ഒത്തിരിയേറെ നല്ല കുട്ടികളെ നമുക്ക് ഇതിനകത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റി. ഒത്തിരിയേറെ കുട്ടികളെ അതെല്ലാം നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ആഗ്രഹമായിരുന്നു, സ്വപ്നമായിരുന്നു. നമ്മുടെ ആഗ്രഹം അങ്ങനെ തന്നെയാണ്. നല്ല സിനിമകൾ ഒത്തിരിയേറെ പുതിയ ആൾക്കാർക്ക് അവസരം കൊടുത്തുകൊണ്ട് ചെയ്യാന്നുള്ളതാണ്. പക്ഷെ അതിനൊറ്റ കാര്യമേ ഉള്ളൂ, നമ്മളെ ഈ പിറ്റേ ദിവസം തന്നെ ടെലിഗ്രാം ഇറങ്ങുന്ന ലോകത്താണ് ജീവിക്കുന്നത്. പക്ഷെ തിയേറ്ററിൽ വന്ന് നമ്മളുടെ സിനിമ കാണുകയും നമ്മളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കും. അതിനുവേണ്ടിയാണ് നിങ്ങൾ എല്ലാവരും സഹായിക്കട്ടെ എന്നാണ് എനിക്ക് ഒരിക്കൽ കൂടി പറയുന്നത്. ഓക്കെ മാം, ഇനി പ്രസിന്റെ ചോദ്യമില്ല. വേണം ഹൈദരാലി വന്ന തൂണ്ട പുറകിൽ അവരും മൈക്ക് കൊടുത്തേ. ഡയറക്ടറോട്
ഗുമസ്തൻ എന്നൊരു ചിത്രം ഓൾറെഡി അത് ഭയങ്കര പ്രതീക്ഷിക്കാതെ തന്നെ നമ്മുടെ തിയേറ്ററിൽ കോളർ ഉണ്ടാക്കിയ ചിത്രമാണ്. പ്രതീക്ഷിക്കാത്ത അല്ലെങ്കിൽ ഒരു ത്രില്ലർ ചിത്രം അങ്ങനെയാണ് വേണ്ടത്. ഓരോ മുമ്പിൽ അടുത്ത ഉണ്ടാക്കുന്ന ഒരു ഡിസൈനെല്ലാം പ്രേക്ഷകരെ എക്സൈറ്റ് ചെയ്യുന്നത്. ആഘോഷത്തിന്റെ ട്രെയിലർ നോക്കുമ്പോൾ മൊത്തം ഒരു ഫണ്ണാണ്, ഇന്ത്യൻ ഡിഫറെന്റ് ജോണറാണ്. അപ്പോ എന്താണ് ഒരു നോർമലായിട്ട് ത്രില്ലർ ഹിറ്റ് ആകുമ്പോൾ അടുത്ത അത് തന്നെ പിടിക്കാം, അല്ലെങ്കിൽ അവരുടെ ഓഡിയൻസ് അത് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇച്ചിരി കെയർഫുൾ ആയിട്ട് അത് ചെയ്യാം. ഒബിയസ്ലി ചിന്തിക്കുക എന്തുകൊണ്ടാണ് ഈ ജോൺ ഷിഫ്റ്റ് ചെയ്യുന്നത്? അല്ല, അതായത് ആക്ച്വലി എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ ഗുമസ്തൻ ത്രില്ലറായിരുന്നു, എന്നൊരു റിലീസാവാറുണ്ട്, ഫെബ്രുവരിയിൽ റിലീസാണ്. ഇന്ത്യയിലെ നാം പടത്തിന്റെ പേര്. അത് ആക്ച്വലി അതൊരു പക്കാ ത്രില്ലർ തന്നെയാണ്. നമ്മുടെ രമേഷ് പിള്ള പ്രൊഡക്ഷൻസ് റാമിന്റെ പ്രൊഡ്യൂസർ നാരായണൻ ജോസഫ് പടത്തിന്റെ പ്രൊഡ്യൂസറാണ്. അപ്പൊ ഫെബ്രുവരി റിലീസാണ്. അപ്പൊ അത് പക്കാ ത്രില്ലർ തന്നെയാണ്. അപ്പൊ അത് ത്രില്ലറാണ് നമ്മുടെ പേഴ്സണൽ ഫേവറേറ്റ് ജോണർ ത്രില്ലർ തന്നെയാണ്. പക്ഷെ എല്ലാ ജോണറും ചെയ്യുന്ന ആഗ്രഹമുള്ളതുകൊണ്ടും പിന്നെ ഇതിന്റെ കഥ, ഇതിന്റെ പ്രൊഡ്യൂസർ തന്നെയാണ് ഇതിന്റെ കഥ, നിശ്ചിത തന്നെയാണ് ഇതിന്റെ കഥ കേട്ടപ്പോൾ ഒരു നല്ല രസമുള്ള കഥയായിട്ട് തോന്നി, ഒരു കളർഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. പിന്നെ അങ്ങനെ ഒരു ഗൺഫീൽ ഇറങ്ങിയതാണ്. എന്തായാലും ഇപ്പൊ ഇതുവരെ പുറത്തു വിട്ടേക്കുന്ന കണ്ടന്റുകൾ വെച്ചിട്ട് സോങ്സ് ആണെങ്കിലും ട്രെയിലറെ കണ്ടിട്ട് എല്ലാവരും നല്ല അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് മുമ്പോട്ട് ഇനി ഈ ഒരു ജോണറിൽ പടങ്ങൾ ചെയ്യാൻ നമുക്കൊരു എനർജി ബൂസ്റ്റ് ആയിട്ട് എടുക്കാം. പടവും അങ്ങനെ ജനങ്ങൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ടൈപ്പ് പടങ്ങൾ, കാരണം എന്റെ അടുത്ത് കുറെ പേര് പറഞ്ഞു കുറെ നാളെ ഒരു കളർഫുൾ പടം വന്നിട്ടുണ്ട്. കാരണം കുറെ നാളെ കുറെ സീരിയസ് പടങ്ങളും ത്രില്ലർ പടങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത് മലയാളത്തിൽ. അപ്പൊ ഈ ഒരു ജോണറിൽ ഒരു ഫെസ്റ്റിവൽ ഒരു കളർഫുൾ പടം വന്നിട്ട് കുറെ നാളെ കുറെ പേര് എന്റെ അടുത്ത് മെസ്സേജ് അയച്ചോന്നൊക്കെ പറഞ്ഞു. അപ്പൊ ആ ഒരു ഇതിലേക്ക് പടം ഏറ്റെടുത്ത് വിചാരിക്കുന്നു. ഗുമസ്തൻ പോലെ തന്നെ ഇതും ഏറ്റെടുത്ത് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഇപ്പം ഫെസ്റ്റിവൽ സീസൺ എന്ന് പറയുമ്പോൾ ഓരോ സീസണിൽ ഓരോ സിനിമകൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അല്ലെങ്കിൽ മാസ് സിനിമകൾ. ചിലപ്പോൾ ഫെസ്റ്റിവൽ സിനിമകൾ എന്നൊക്കെ പറയാൻ ചിലപ്പോൾ മാസ് കളർ സിനിമകളൊക്കെ ആയിരിക്കും. നമ്മള് തിയേറ്ററിൽ ഗൂസ്ബംസ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഒരു അടിയിടിയൊക്കെ ഒരു പടം, ഒരു ചിരിച്ചിറങ്ങാൻ പറ്റുന്ന പടങ്ങൾ വളരെ കുറവാണ്. അപ്പൊ ആഘോഷം എന്താ പറ്റുക അതൊരു വെറൈറ്റി ആയിട്ട് ക്രിസ്ത്യൻ മൂഡ് ടിക്കറ്റ് എടുക്കുന്ന പ്രേക്ഷകരെ ചിരിച്ചിറങ്ങാൻ പറ്റുന്ന ലെവൽ, അല്ലെങ്കിൽ നല്ല നൊസ്റ്റാൾജിക് ഓർമ്മയുള്ള ഒരു സിനിമ ആവണം വിചാരിച്ചിട്ടുണ്ട്. ഉറപ്പായിട്ടും തീർച്ചയായും. കാരണം ആഘോഷം ആ പേര് പോലെ പേര് തന്നെയാണ്. ആഘോഷം ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വളരെ ആഘോഷമായിട്ട് ഷൂട്ട് ചെയ്ത സിനിമയാണ്. അത് ആഘോഷമായിട്ട് തന്നെ ഇപ്പൊ തിയേറ്ററിലേക്ക് എത്തണം. അപ്പൊ പ്രേക്ഷകരും ആഘോഷമായിട്ട് ഏറ്റെടുത്ത് വിചാരിക്കുന്നത്. കാരണം എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാൻ പറ്റും, കാരണം ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകന് തീർച്ചയായിട്ടും ഈ പടം ഒരിക്കലും ബോറടിപ്പിക്കത്തില്ല. ഒരു അത് മാത്രമല്ല, ഇപ്പം ഇന്നലെ ഞങ്ങളിങ്ങനെ പടം ഫയൽ മിക്സ് ചെയ്യുന്ന സമയത്ത് അവിടെ നരേന്ദ്രയൊക്കെ എനിക്ക് ക്ലാസ്മേറ്റ്സ് ഇപ്പോഴും ആ ഹാങ് ഓവർ നടക്കും. നമ്മുടെ പടത്തിന്റെ ഫൈനൽ മിക്സ് കണ്ട് അവിടെയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് പടം കണ്ട ആൾക്കാർ പോലും ക്ലാസ്മേറ്റ്സിലുള്ള മുരളി എന്ന കഥാപാത്രമൊക്കെ അതിന് വേറെ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞ ആഘോഷത്തിൽ കാണുന്നത്. അന്ന് സ്റ്റുഡന്റ് ആണെങ്കിലും ഇന്ന് അധ്യാപകരാണ് നമ്മുടെ പടത്തിൽ. പക്ഷെ കാണുമ്പോൾ കുറച്ചൊരു ഏജ് കുറവാണ് തോന്നിക്കുന്നത്. അല്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് വാട്സ്ആപ്പ് മെസ്സേജ് ചുമ്മാ അല്ല, സീരിയസ്ലി. കാരണം ഞങ്ങൾ ആദ്യം ഫസ്റ്റ് നരേന്ദ്ര ഗെറ്റപ്പ് ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ടീച്ചറായിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ഗെറ്റപ്പ് പിടിക്കാൻ ഞങ്ങൾ മീശ മാത്രം വെച്ചിട്ട് ഗെറ്റപ്പ് ആലോചിച്ചു. അപ്പൊ അത് മുരളി ഓൾറെഡി ചെയ്തിട്ടുണ്ട്. വേറെ എന്ത് ചെയ്യാന്ന് പറയുന്നത് ഷോർട്ട് ഫിലിം ചെയ്തിട്ട് ഒരു താടി വെച്ചിട്ട് ഗെറ്റപ്പ് പിടിക്കാറുണ്ട്. പക്ഷെ അത് ഗെറ്റപ്പിൽ വന്നത് അത് നരേന്ദ്ര തന്നെ സജസ്റ്റ് ചെയ്തൊരു ഗെറ്റപ്പായിരുന്നു. എന്നെ വേണ്ടി വേറൊരു ഗെറ്റപ്പായിരുന്നു. പക്ഷെ അത് ആ ഗെറ്റപ്പിൽ കണ്ടപ്പോ നമ്മൾ ഉദ്ദേശിച്ച ഒരു ക്യാരക്ടർ സൂര്യ എന്ന കഥാപാത്രത്തിന്റെ പേര്, ആ ക്യാരക്ടർ അങ്ങനെ നമുക്ക് ഉദ്ദേശിച്ചതിനേക്കാളും മേളിൽ നമുക്ക് കിട്ടി. അത് അതിഗംഭീരമായിട്ട് അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആഘോഷം ഈ പറഞ്ഞതല്ല, ആഘോഷം തിയേറ്ററിൽ കയറുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരു നന്നായി എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ഈ എന്തുകൊണ്ട് ക്രിസ്മസിന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു പടം തന്നെയായിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിനിമ ഇറങ്ങുമ്പോൾ ഒരു എന്റർടൈൻമെന്റ് മാത്രമല്ല, അതിനകത്തൊരു കണ്ടന്റ് ഉണ്ടായിരുന്നു, സ്റ്റോറി ഉണ്ടായിരുന്നു, പ്രേക്ഷകന്റെ പിന്നെ ചിന്തിപ്പിക്കേണ്ട എലമെന്റ് ഉണ്ടാകും. ഇപ്പം ഒരു ക്യാമ്പസ് ലവ് സ്റ്റോറി അല്ലെങ്കിൽ റൊമാൻസ് ക്യാമ്പസ് അങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഓൾറെഡി ഒരു കാൽക്കുലേഷൻ ഉണ്ടാവും. ഒരു ഇത്തവണ പ്രണയമായിരിക്കാം, നടക്കുന്ന ഇൻസിഡൻസ് ആയിരിക്കാം, അത് ചുറ്റുപാട് നടക്കുന്ന ബാക്കി കാര്യങ്ങളായിരിക്കാം. അപ്പൊ അതിൽ നിന്ന് ഒരുപാട് ഡിഫറെന്റ് ആയിട്ട് എന്താണ് ഇതിനകത്ത് ആഘോഷം എന്തുകൊണ്ട് തിയേറ്റർ പ്രേക്ഷകർ കാണുമ്പോൾ ആഘോഷം ആക്ച്വലി കഥ പറയുന്ന പശ്ചാത്തലമാണ് കോളേജ്. അതിനപ്പുറത്തേക്ക് കഥയ്ക്കൊരു വളർച്ചയുണ്ട്. അത് നമ്മൾ എന്താ പറയുക, അത് സീരിയസ് ആയിട്ടൊരു വിഷയം നമ്മൾ കൈകാര്യം ചെയ്ത് പറയുന്നുണ്ട്. അതിന്റെ ബാക്ക് ഡ്രോപ്പ്, അതിന്റെ പശ്ചാത്തലമാണ് കോളേജ്. അപ്പൊ കോളേജിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ കാണാൻ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ എല്ലാം ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ റൊമാൻസ് അല്ലെങ്കിൽ ആ കോളേജിൽ എല്ലാ വൈബും ഈ പടത്തിലുണ്ട്. പക്ഷെ ഇതിൽ പറയുന്ന കഥ കോളേജിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ വേറെ സീരിയസ് കഥ പറയുന്നുണ്ട്. ആ കഥ നമ്മൾ തിയേറ്ററിൽ കാണുന്ന പ്രേക്ഷകർ എന്തായാലും ഉറപ്പായിട്ടും അത് വർക്കാവുന്ന പ്രതീക്ഷിക്കുന്നു. നമസ്കാരം. ചിലപ്പം സിനിമകൾ പഠിപ്പിച്ച് ഒരുപാട് ഹിറ്റുകൾ ഇപ്പൊ എക്കോ സൂപ്പർ ഹിറ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ ഇപ്പം ഇന്നലെ കൈവസം പാർമ ഇറങ്ങി, അത് നല്ല റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ആഘോഷം ഇറങ്ങുന്നു. മൂന്ന് തരത്തിലുള്ള കഥാപാത്രങ്ങൾ 3 തരത്തിൽ ആളുകൾ ആഘോഷിക്കുന്നു. അപ്പൊ എങ്ങനെയാണ് ആഘോഷിച്ച കഥാപാത്രങ്ങൾ കുറച്ചുകൂടെ ഒരു പഴയ ഒരു കാലത്തിലേക്ക് അടിച്ചു പൊളിക്കാനുള്ള അവസരം കിട്ടിയത്?
ഞാൻ ശരിക്കും സാഹസം എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴാണ് ഇതിന്റെ കഥ കേട്ടത്. അപ്പൊ അന്ന് ആദ്യം കേട്ട കഥ ഇതായിരുന്നില്ല. അപ്പൊ പിന്നീട് നമ്മൾ വേറൊരു പ്രോജക്ട് വർക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു അന്ന് ഇരുന്നത്. പിന്നീട് ഒരു മാസത്തിന് ശേഷം ഈ സബ്ജക്റ്റിലേക്ക് എത്തി. അപ്പോ ഞാനും ഇങ്ങനത്തെ ഒരു ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഒരു പടം ചെയ്തിട്ട് കുറെ നാളായി. അപ്പോൾ ഐ ഫെൽറ്റ് ഇറ്റ് ഒരു ഫൺ ഫിലിമിന്റെ ഭാഗമാവണം. പിന്നെ ഇതിന്റെ ഒരു മെയിൻ കാര്യം നമ്മൾ പറയില്ലേ, ചില ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഈ പ്രൊമോഷൻസ് ഒക്കെ ചെയ്യുന്നു, പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കഥ ഇതിന്റെ പുറകിലുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവമായിരുന്നു സ്ക്രിപ്റ്റിംഗ് കേൾക്കുമ്പോൾ തോന്നിയത്. നമ്മൾ ചിലപ്പോൾ കാണുന്ന ഈ വിഷ്വൽസും ഈ ഫൺ എലിമെന്റ് മാത്രമല്ലാണ്ട് there is a story inside. അത് ആ കഥയുമായിട്ടാണ് സൂരജ് വരുന്നത്, ഈ ക്യാരക്ടർ ക്യാമ്പസിലേക്ക് വരുന്നത്. അത് പതുക്കെ പതുക്കെ റിവീൽ ചെയ്ത് വരുന്ന ഒരു സിനിമയാണ്. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ. പിന്നെ ഈ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു മെസ്സേജും ഈ പടത്തിലൂടെ വരുന്നുണ്ട്. അപ്പോ അതായിരുന്നു എന്നെ ഇതിലേക്ക് അട്രാക്ട് ചെയ്യിപ്പിച്ചത്. സോ പറയാൻ പറ്റില്ല, നമ്മൾ ഈ ഇത്രയും വലിയ സിനിമകളുടെ ഇടയിൽ നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു ചെറിയ സിനിമ വന്നിട്ട് അതിന് ക്ലിക്ക് ആവാനുള്ള ഒരു പോസിബിലിറ്റി തന്നെ നമ്മൾ കാണുന്നു. അതിനെപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത് ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഞങ്ങൾക്ക് വേണ്ടത് പ്രസന്റ് മീഡിയ നിന്നാണ്. അത് രണ്ട് രീതിയിൽ നോക്കുമ്പോൾ ഈ പടത്തിൽ പ്രത്യേകിച്ച് ഞാൻ ഈ പടം കമ്മിറ്റ് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, ഞാൻ ലിസ് ചേച്ചിനെ മീറ്റ് ചെയ്തപ്പോൾ ലിസ് ചേച്ചി പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ പ്രോജക്റ്റ് നന്നായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ CM ഗ്ലോബൽ മൂവീസ് വീണ്ടും എത്രയോ പടങ്ങൾ ചെയ്യും. എനിക്ക് എപ്പോഴും ഞാൻ അങ്ങനെ ഒരു സിനിമയെ കാണുന്ന ഒരു ആളാണ്. എന്നുവെച്ചാൽ വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ വന്ന് ഒരു പടത്തിന് പടം കാശിറക്കി പോകുന്നു, അയാൾക്ക് പ്ലസോ മൈനസോ മൈനസായ പിന്നെ ആ ഭാഗത്തേക്ക് വരില്ല. പക്ഷെ ചേച്ചി അങ്ങനെയല്ല. ചേച്ചി വീണ്ടും സിനിമകൾ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്ന ഒരു പ്രൊഡ്യൂസറാണ്. അമലിന്റെയും ചേച്ചിയുടെ ഇത് രണ്ടാമത്തെ റിലീസാണ്. അമൽ വേറെ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ പല ആക്ടിവിറ്റീസ് നോക്കിയപ്പോൾ ഐ തോട്ട് ദാറ്റ് ദിസ് ഷുഡ് വിൻ, ദിസ് ഷുഡ് ബി മൈ ഫിലിം, ഐ ഷുഡ് ബി പാർട്ട് ഓഫ് ഇറ്റ് എന്ന് എനിക്ക് തോന്നി. ആൻഡ് ഈ ഒരു ഇങ്ങനത്തെ പല ചിന്തകളിലൂടെയാണ് ഞാൻ പല ചിന്തകളിലൂടെയാണ് ഞാനിത് കമ്മിറ്റ് ചെയ്യുന്നത്. പിന്നെ വന്നതിന് ശേഷം ഐ ലവ് നമ്മളെപ്പോഴും ചില സിനിമകൾ ചെയ്യുമ്പോൾ ഞാൻ പറയുന്നത് അധികം പടങ്ങൾ അധികം ചെയ്യാത്ത ഒരാളാണ്, അങ്ങനെ മനഃപൂർവ്വമല്ല. പക്ഷെ ചെയ്യുന്നത് കുറച്ച് ആസ്വദിച്ച് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ഞാൻ ഈ ചെയ്തത് സാഹസം തന്നെയായാലും ശരി, എക്കോ ആയാലും ശരി, ഫാർമയായാലും ശരി, ഇത് ഈ പറഞ്ഞ പോലെ ആഘോഷം എന്ന് പറഞ്ഞ ടൈറ്റിലിന് ഉചിതമായ രീതിയിലായിരുന്നു ഇതിന്റെ ലൊക്കേഷനും ഇതിന്റെ സെറ്റപ്പും. ഇത് വർക്ക് ചെയ്ത ആൾക്കാരും കുറെ ഫ്രണ്ട്ഷിപ്പ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റി. ഇതിലുള്ള കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്, ഇവരുമായിട്ടുള്ള ഒരു കോഡ്ഷിപ്പും. അപ്പോ നമ്മൾക്ക് പിന്നീട് നോക്കുമ്പോൾ എപ്പോഴും മനസ്സിൽ ഓർക്കാവുന്ന മനോഹരമായ കുറെ മുഹൂർത്തങ്ങൾ നൽകിയൊരു സിനിമയാണ് ആഘോഷം. പിന്നെ ചോദ്യത്തിന് നമ്മൾ പല ജോണേഴ്സും ട്രൈ ചെയ്യുക എന്നുള്ളത് എപ്പോഴും ഒരു ആർട്ടിസ്റ്റ് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ജോണർ എനിക്കും ഒരു പുതുമയാണ്. സോ ഇങ്ങനെ ഒരു പടത്തിന്റെ ഭാഗമാവുന്നത് എനിക്കും ഒരു പുതുമയാണ്. അപ്പൊ അതുകൊണ്ടായിരുന്നു ഇതിലേക്ക് വന്നത്. താങ്ക് യു. എങ്ങനെയുണ്ടായിരുന്നു? ഇപ്പൊ മുസ്ലിം ഒന്ന് ഞെട്ടിച്ചു, രാജാചാർ ലെവലിലോട്ടൊക്കെ ലെവലിട്ട് വന്നിട്ട് ഇപ്പൊ ഒരു പള്ളിയിലെച്ച ലെവലിലേക്ക് ഇപ്പൊ കാണുവാണ്. എങ്ങനെയുണ്ടായിരുന്നു? ഒരു ബുദ്ധിമുട്ടായിരുന്നു, പക്ഷെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പം ഞാനും അമലും എനിക്ക് ആദ്യമായിട്ട് ഇതുപോലെ ഒരു ലീഡ് കഥാപാത്രം ചെയ്യാൻ ഇങ്ങനെ ഒരു കഥ വന്നു. ഞാൻ അമലുമായിട്ട് ഡിസ്കസ് ചെയ്തു, നമുക്ക് പ്രൊജക്ട് ഉണ്ടാക്കാൻ പറ്റി. അതിനുശേഷമാണ് നമുക്ക് രണ്ടാമത് എങ്ങനെ ഒരു നല്ലൊരു സിനിമ കൂടി എടുത്ത് ചെയ്യണം, നമുക്ക് എന്താണ് പരിപാടി എന്ന് ആലോചിക്കുമ്പോഴാണ് സ്റ്റീഫൻ ദേവസിയാണ് എനിക്ക് ചേച്ചീനെ പരിചയപ്പെടുത്തി തരുന്നത്. ഞാൻ ചേച്ചിയോട് സംസാരിച്ചു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ചേച്ചിയുടെ മനസ്സിൽ ഒരു കഥയുണ്ട്, നിങ്ങൾ കേട്ടു നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചേച്ചി കണ്ടു. ചേച്ചി ഈ കഥ പറഞ്ഞു. നമ്മൾ പ്രതീക്ഷിച്ചക്കാർ ഒരുപാട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പ്രൊജക്റ്റായി മാറി. അപ്പോൾ ചേച്ചി തന്നെ പറഞ്ഞു, അത് അമലെന്ന തിരക്കഥ എഴുത്, എന്നിട്ട് അത് ഡയറക്റ്റ് ചെയ്യാൻ തീരുമാനിക്കുന്നു. അപ്പോ എന്നും ചെയ്തുകൊണ്ടിരുന്ന ഇത്തരം കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ സ്ഥിരമായി വില്ലൻ കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ നായകന്റെ അടുത്ത് പോയി അടിമേടിക്കുന്ന പരിപാടികളൊക്കെ മാറി എനിക്ക് ഇതും കൂടി പറ്റുമെന്ന് തെളിയിക്കാൻ ഒരു കഥാപാത്രം ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു. അപ്പൊ ഈ കഥ കേട്ട വഴി ഞാൻ തന്നെ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചു മേടിച്ചതാണ് ഈ പള്ളിയിലച്ഛന്റെ കഥാപാത്രം. അതെന്നെ വിശ്വസിച്ച് തന്ന അമലും ചേച്ചിക്ക് ഒരുപാട് നന്ദി. അത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നന്നായി ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വാസം.
ബോബിച്ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ സിനിമകൾ ഇപ്പൊ അടുപ്പിച്ചിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുടെ കഥാപാത്രങ്ങൾ വീണ്ടും വേണ്ടി ഞെട്ടിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ സീരിയസ് കഥാപാത്രം പണിയിൽ ഒരു ഗംഭീര കഥാപാത്രമായിരുന്നു. അതിനുശേഷം പിന്നീട് സ്മൃതി വളവിൽ അതിലും ഗംഭീരമായിട്ട് വന്നു. ആഘോഷത്തിൽ കോളേജ് ലൈഫിൽ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാമോ? കോളേജില് ഞാൻ കോളേജുമായിട്ട് ബന്ധപ്പെട്ട അധ്യാപകനോ സ്റ്റുഡൻ്റായിട്ടാണ് പിന്നെ വിശ്വസിക്കും. ഞാൻ പറഞ്ഞില്ലേ കേരള കോളേജിലെ ക്യാൻറ്റീനിൽ നടത്തുന്ന ഒരാളാണ്. അപ്പം ആ ക്യാരക്ടറിന് ഒരു റോളുണ്ട്. റോൾ ഇൻ ദ സെൻസ് ആ ത്രൂ ഔട്ട് ഒരു സിനിമയില് അത് പതുക്കെ റിവീൽ ചെയ്യുന്ന കുറച്ച് കാര്യമാണ്. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ അവിടെ ചെല്ലുന്നതെന്നും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ സിനിമയിലാണ് പറയുന്നത്. പണിയുമായിട്ട് അതെ ആക്ച്വലി പണിയുമായിട്ട് ടോട്ടലി ഡിഫറെന്റ് ക്യാരക്ടറാണ്. സൂര്യയുള്ളത് ഞാൻ ചെയ്തൊരു പോലീസ് ക്യാരക്ടറാണ്. ഇത് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ്. അതുകൊണ്ടാണ് ഞാൻ സിനിമ ചെയ്യുന്നത്. പിന്നെ പേര് പോലെ തന്നെ ഞാൻ എല്ലാ സിനിമകളും ചെയ്യുന്നത് ഞാൻ ആഘോഷിച്ച് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഈ അഭിനയം എന്ന് പറയുന്ന ഇപ്പോഴത്തെ ഇപ്പൊ ഞാൻ ചെയ്യുന്ന ജോലി തിരഞ്ഞെടുത്തിരിക്കുന്നതിനെ ഓരോ സിനിമകളും ഞാൻ ആസ്വദിച്ച് ചെയ്യുന്ന ഒരാളാണ്. അപ്പം ആഘോഷം എനിക്ക് അങ്ങനെ ഒരു സിനിമയായിരുന്നു. അതുപോലുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും കൂടെ. പ്രൊഡ്യൂസേഴ്സ് തൊട്ട് ഇതിൽ അഭിനയിച്ച ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്ത ആൾക്കാർ വരെ എല്ലാവരും ആർക്കും കാറ്റഗറൈസേഷൻ ഒന്നും ഇല്ലാതെ എല്ലാവരും ഒരേ ലെവലിൽ നിന്ന് വർക്ക് ചെയ്തൊരു സിനിമയാണ്. അപ്പം നരേൻ പറഞ്ഞ ഒരുപാട് സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ചാക്കോ മാഷിന്റെ 50 പവനിലേക്ക് നമ്മുടെ മുങ്ങിപ്പോയെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. മീഡിയയുടെ സപ്പോർട്ട് വേണം. ഇത് മാക്സിമം ജനങ്ങളിൽ എത്തിക്കുക. ഇതൊരു സിനിമ നല്ല രീതിയിൽ എത്തിക്കുന്നതായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. സിനിമ ഞാൻ ഫൈനൽ ടോട്ടൽ കണ്ടില്ല. ബട്ട് ഞങ്ങളെല്ലാവരും ചെയ്ത നമ്മൾ അഭിനയിച്ച ഏരിയകളെല്ലാം നമുക്കറിയാവുന്നതുകൊണ്ട് ഒരു കൊച്ചു നല്ല സിനിമയായിരിക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. അങ്ങനെ ഹലോ, വലിയ കമൽ ഹാസൻ ഫാൻ ആണെന്ന് അറിയാം. അപ്പൊ ഈ പ്രൊഫസർ റോൾസ് ഒക്കെ ആൾക്കാർ ചെയ്യുമ്പോൾ എപ്പോഴും നരനൊക്കെ ചെയ്യുമ്പോൾ നരനെ ആലോചിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നത്. നമ്മളില് കമൽ സാർ ഒരു പ്രൊഫസർ റോൾ ചെയ്തത് വളരെ ഡിഫറെന്റും വളരെ യുണീക്കുമാണ് ആ വേഷം. ആൻഡ് എപ്പോഴെങ്കിലും അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഇൻസ്പിറേഷനോ എന്തെങ്കിലും ഈ ആഘോഷത്തിലെ ഈ പ്രൊഫസറിനെ ചെയ്യുമ്പോൾ പോയോ നമ്മളുടെ വേഷം? ഇല്ല, അങ്ങനെ ഒരു സംഭവം ഒരു പക്ഷേ ഇതിന്റെ പശ്ചാത്തലം വേറൊരു ഇത് ആയതുകൊണ്ടായിരിക്കാം. ഒരു പക്ഷെ മൊത്തം സീരിയസ് ആയ ഒരു രൂപമായിരുന്നെങ്കിൽ ഞാൻ ചിലപ്പോ അത് നോക്കിയിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഗെറ്റപ്പ് ആയിരുന്നു കമൽസാറിന്റെ. അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. പിന്നെ ചില സബ്ജക്റ്റുകൾ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഉള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ റെഫറൻസുകൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ എടുക്കേണ്ടി വരിക. അത് നമ്മൾ ചെയ്യാറുണ്ട് ചിലപ്പോൾ. പക്ഷെ ഇങ്ങനെ ഈ പടത്തിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടില്ല. ഇത് കുറച്ചും കൂടി സിമ്പിൾ നറേഷനിൽ പോയി പിന്നെ ഈ ക്യാരക്ടറിന്റെ ഒരു പാസ്റ്റും ഇയാളുടെ ഒരു കുറച്ച് ഇമോഷണൽ ഷെയ്ഡ്സ് ഒക്കെ വന്നിട്ടുള്ള ക്യാരക്ടറാണ്. പിന്നെ അമലിന്റെ ബ്രീഫിംഗ് വളരെ ക്ലിയർ ആയി. അപ്പോ അങ്ങനെ ഒരു റെഫറൻസ് നമ്മൾ എടുക്കേണ്ടി വന്നിട്ടില്ല. ഇപ്പൊ ചോദിക്കുമ്പോഴാണ് ഞാൻ അതിങ്ങനെ ആലോചിക്കുന്നത്. കാരണം ചില സിനിമകൾക്ക് അത് ആവശ്യം വരും. നമ്മൾക്ക് ഇത് എങ്ങനെ ചെയ്യണം എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഇപ്പൊ നമ്മുടെ ചേട്ടന്മാര് നമ്മൾക്ക് ഇഷ്ടംപോലെ ലൈബ്രറിയിലുള്ള നമ്മുടെ ഇഷ്ടംപോലെ മഹാനടന്മാര് അഭിനയിച്ചതൊക്കെ നമ്മള് പിന്നെ നമ്മൾ അറിഞ്ഞു അറിയാണ്ട് ചിലപ്പോൾ ഇത് വരും. അത് നമ്മൾക്ക് അവരോട് ഇഷ്ടമുണ്ടായിരിക്കും. കരിയറിന്റെ ഇനീഷ്യൽ സ്റ്റേജസിൽ എന്തായാലും വളരെ സൂപ്പർ സെലക്റ്റീവ് ആയിരുന്നു. കേട്ടിട്ടുണ്ട് മന്ത്സ് വെയിറ്റ് ചെയ്ത സമയം ബെസ്റ്റ് ഇയേഴ്സ് വെയിറ്റ് ചെയ്തിട്ടുണ്ട്. അത് മനഃപൂർവ്വമല്ല, അതും ഒരു കൈൻഡ് ഓഫ് ചോയ്സ് ആണല്ലോ. നമ്മുടെ നല്ലതിന്റെ ഭാഗമേ ആവുള്ളൂ എന്നുള്ളത്. എനിക്ക് ഞാൻ കേട്ടിട്ട് ഈ കാക്കി ചട്ടയൊക്കെ റീമേക്ക് ചെയ്യാനൊക്കെ കുറെ ട്രൈ ഔട്ട് ചെയ്യും. അതിനുവേണ്ടി കുറെ മന്ത്സ് ഒക്കെ ചെലവൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ ഫാർമ വരുന്നു, എക്കോ വരുന്നു. ഇപ്പൊ എക്കോയിൽ തന്നെ ഈ ഡയലോഗ്സിന്റെ ഷിഫ്റ്റ് ഒക്കെ ഇപ്പൊ ഞാൻ നന്നായി പെരുമാറും, അതെന്റെ അമ്മ പഠിപ്പിച്ചതാണ്, പക്ഷെ അത് ഒരു സാധ്യതയായിട്ട് ഉപയോഗിക്കരുതെന്ന് പറയുന്നതൊക്കെ തിയേറ്ററിൽ കൈയടിയായിരുന്നു. ഇപ്പൊ കുറച്ചും കൂടി നരയൻ ആളുകൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാലത്തിൽ എല്ലാ ആവേശങ്ങളിലേക്കും എല്ലാ സ്പെക്ട്രത്തിലേക്കും ഫിറ്റിനാവുന്ന പോലെ അങ്ങനെ ഒരു അതുകൊണ്ടാണ് പെട്ടെന്ന് ചൂസ് ചെയ്യുന്നത്. ഞാൻ കുറച്ചധികം പടങ്ങൾ ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് ആദ്യമേ ഉണ്ട്. മനഃപൂർവ്വമെല്ലാം ചെയ്യാത്തത്. പിന്നെ പലപ്പോഴും ചിലത് നടന്നു പോകാത്തതാണ്. പല പടങ്ങളും എന്റെ കാഴ്ചയുടെ മാത്രമല്ല, ഇഷ്ടംപോലെ സിനിമകൾക്ക് വേണ്ടി ഞാൻ കുറെ നാളുകളും മാസങ്ങളും അതിന്റെ പിന്നാലെ പ്രവർത്തിച്ച് കുറെ
ചിലവരുടെ ഫൈറ്റ് കുറച്ചും കൂടി സമയമെടുക്കും, ചിലവരുടെ വളരെ എളുപ്പമായിരിക്കും ചിലവരുടെ ലൈഫിന്റെ യാത്ര. അപ്പൊ എനിക്ക് പലപ്പോഴും ഞാൻ വളരെയേറെ ആഗ്രഹിച്ച് അതിന്റെ പിന്നാലെ പോയി നടന്ന് ശ്രമിച്ചിട്ടുള്ള പടങ്ങൾ ഒന്നും തന്നെ നടന്നിട്ടില്ല എത്രയോ വർഷങ്ങളായിട്ട്. അതെന്തോന്ന് എനിക്കറിയില്ല, പല കാരണങ്ങളായിരിക്കാം. ലാസ്റ്റ് മിനിറ്റിലായിരിക്കും പല ചേഞ്ചസും വരെ, ചില പ്രൊഡക്ഷൻ നിന്ന് പോകുന്നു, ചിലപ്പോൾ സ്ക്രിപ്റ്റിങ്ങില് പെട്ടെന്നൊരു ആശയക്കുഴപ്പം വരുന്നു, നമ്മൾ നമ്മുടേതായ രീതിയിൽ നിൽക്കുന്നു, അദ്ദേഹം അവരുടേതായ രീതിയിൽ നിൽക്കുന്നു, പലതും ആണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഒന്ന് ഫ്ലെക്സിബിൾ ആക്കാൻ തീരുമാനിച്ചു. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നമ്മൾ ചെയ്യണമെന്ന് വളരെ ആത്മാർത്ഥമായി ട്രൈ ചെയ്യുന്ന പല കാര്യങ്ങളും നടക്കാതെ വരുമ്പോൾ പിന്നെ നമ്മൾ നേച്ചറിന് വിട്ടുകൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ കുറച്ചും കൂടി ഫ്ലെക്സിബിൾ ആയിട്ടുണ്ടായിരിക്കാം എന്റെ തോട്ടിൽ നിന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടായിരിക്കാം ഇപ്പൊ കുറച്ചധികം പടങ്ങൾ വരുന്നത്. അതായിരിക്കാം ചിലപ്പോൾ നേച്ചറിന് തീരുമാനിച്ചതായിരിക്കാം. കുറെ കാലം ചെറുപ്പക്കാരനായിരുന്നല്ലോ, ഇപ്പൊ പ്രൊഫസർ ആവാണ്. എന്തായിരുന്നു മനസ്സിൽ? ഒരു ഗുഡ് ലുക്കിംഗ് പ്രൊഫസർ എന്നാണോ അതോ മെച്ചുവേർഡ് പ്രൊഫസർ, അങ്ങനെ എന്താ മനസ്സിലായത്? അല്ല, ഇയാള് കുറെ കൂടി ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഫസർ ആയിട്ടാണ്. പിന്നെ അധികം മെച്ചൂരിറ്റി വേണ്ടല്ലോ, അധികം പ്രായം തോന്നിയിട്ടുണ്ടല്ലോ. കാരണം ഈ ക്യാരക്ടറൈസേഷൻ അങ്ങനെയാണ്. ഇയാള് വളരെ ഒരു ചെറിയൊരു നിഷ്കളങ്കത ഉണ്ട്. പിന്നീടാണ് അറിയുന്നത് ഇതൊന്നും അല്ല, ഇയാൾ വേറൊരു ഷെയ്ഡ് അതാണ് പറഞ്ഞ അത് റിവീൽ ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് പ്രൊഫസർ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു, അധികം സീരിയസ് ഒന്നും അല്ലാതെ എല്ലാവരുമായിട്ട് മിങ്കിൾ ചെയ്ത് പോകുന്ന ഒരു ബോയ് നെക്സ്റ്റ് ഡോർ പ്രൊഫസറാണ്. ഏജിങ് ബോദർ ചെയ്യുന്നുണ്ടോ? ഇല്ല ഇല്ല. ഒരു ചാനലിലുള്ള കണ്ടിട്ടുണ്ടായിരുന്നു. ഗുമസ്തന്ന് നേരെ ആഘോഷത്തിലേക്കാണ് പോയിരിക്കുന്നത്. ഗംഭീരമായിട്ട് വിജയിച്ച ഒരു സിനിമയാണ്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയാണ്. ആഘോഷത്തിലേക്ക് വന്നപ്പോൾ പറയുന്നുണ്ട് എപ്പോഴും പ്രൊഡ്യൂസറിന്റെ ഒരു കഥയാണ്, പ്രൊഡ്യൂസറിന്റെ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ആ കഥ അത്രമാത്രം ഇഷ്ടപ്പെടാൻ ഒരു കാരണം ഉണ്ടാവണം. ആ പ്രൊഡ്യൂസർ പറഞ്ഞ കഥയാണ്, അവരുടെ ജീവിതവും കൂടെ ബന്ധിക്കുന്ന കഥയാണെന്നോ ഓരോ ആക്ടേഴ്സിനോട് പറയുമ്പോൾ അവരെങ്ങനെയാണ് റെസ്പോൺസ് ചെയ്തത്, അത് നിങ്ങൾക്കും അതിന് മറുപടി പറയാവുന്നതാണ്. ഒരാളും മറുപടി പറയാവുന്ന സംഭവമാണ് ഇത്. ആക്ച്വലി ക്രിസ്ത്യൻസിന്റെ കഥയാണ്. അതായത് ഞാനും ജെയ്സിയായിട്ടും ഇതിന്റെ പ്രൊജക്ട് ടൈറ്റിൽസ് ഞങ്ങൾ മൂന്നുപേരും ആദ്യം കഥയൊക്കെ വേണ്ടി പോയത്. ഓൾറെഡി ഞങ്ങൾ പറഞ്ഞില്ല, പോയ വഴിക്ക് ഞങ്ങൾ കാറിൽ ഡിസ്കസ് ചെയ്യുന്നത് ഒന്നൊരു ലേഡിയാണ്, രണ്ട് സാധാരണ പൊതുവെ നമുക്ക് മുൻവിധി ഉണ്ടല്ലോ, ഒരു സ്ത്രീകൾ അല്ലെങ്കിൽ ലേഡീസ് അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ അതിനകത്ത് വരാവുന്ന കുറച്ച് എലമെന്റ്സ്, ഈ സെന്റിമെന്റ്സും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഒരു പരിപാടി അങ്ങനെ വിചാരിച്ചു. ഒരു തിയേറ്ററിക്കൽ എലമെന്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല അങ്ങനെ ആ ധാരണ ഞങ്ങൾ പോകുന്നത്. എന്നാൽ നമ്മൾ മീറ്റ് ചെയ്തു, കാണുന്നു, സംസാരിക്കുന്നു, നമുക്ക് നോക്കാൻ ബേസിൽ പോകണം. ഞങ്ങളവിടെ ചെന്നു, അതേ മുൻവിധി ഞങ്ങൾ അവിടെ ഇരിക്കുന്നു. അങ്ങനെ എവിടെയായിരുന്നു എയർപോർട്ടിന്റെ ഹോട്ടലാണ് ഇരുന്നത്. ചേച്ചി വന്നു, ഞങ്ങളുടെ കഥ പറഞ്ഞ പരിചയപ്പെട്ട കഥയൊക്കെ പറഞ്ഞു. ഞങ്ങള് പ്രതീക്ഷിച്ചതിനൊക്കെ നേരെ വിപരീതമായിട്ട് ശരിക്കും ഒരു തിയേറ്ററിൽ പടത്തിനുള്ള എല്ലാ എലമെന്റ്സും ഉള്ളവർക്ക് നല്ലൊരു കഥയാണ് ചേച്ചി പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ തന്നെ 10-20 വർഷത്തെ എക്സ്പീരിയൻസ്, അതായത് സ്പിരിച്വലി ആണെങ്കിലും അല്ലാതൊക്കെ അത്യാവശ്യം എനിക്ക് ഇന്റർനാഷണൽ ലെവലൊക്കെ പല സ്ഥലത്തും യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ബന്ധങ്ങളുള്ള ആളാണ് ചേച്ചി, ഒത്തിരി ബന്ധങ്ങളുള്ളതാണ്. അപ്പം അവിടെ നിന്നൊക്കെ കണ്ടു കേൾക്കുമ്പോഴുള്ള പല എലമെന്റ്സ് ഓർമ്മയ്ക്കൊണ്ടാണ് ചേച്ചി കഥ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ മാത്രമല്ല, ഇപ്പം ആദ്യം ചേച്ചി പറഞ്ഞ CN ഗ്ലോബൽ എന്നുള്ള ഇവരുടെ ബാനറിൽ ചെയ്യുന്ന പടങ്ങൾ ചെയ്യുമ്പോൾ വെറുതെ എന്തെങ്കിലും ചെയ്യാതെ ആ ചെയ്യുന്ന സിനിമകൾ കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ട് കുറച്ച് കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഉദ്ദേശവും ഈ ബാനറിനുണ്ട്. അത് ആദ്യമേ പറഞ്ഞിരുന്നു. കാരണം നമ്മൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഫാമിലി ആയിട്ട് എല്ലാ ആൾക്കാർക്കും കയറി കാണാൻ പറ്റുന്ന എലമെന്റ്സ് ഒക്കെ ഉള്ള പടം അങ്ങനെ ചെയ്യണം നമുക്ക്. അല്ലാതെ വെറുതെ പടത്തിന് വേണ്ടി അനാവശ്യപ്പെട്ട കുറെ കാര്യം ജീവിക്കാൻ നിൽക്കേണ്ട. അങ്ങനെ സ്ട്രിക്റ്റ് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അതായത് ഫൈറ്റ് പറ്റത്തില്ല, കുറെ എലമെന്റ്സ് ഉണ്ട്, ഭയങ്കര രസമാണ് ചേച്ചി. അപ്പൊ അതൊക്കെ കൃത്യമായിട്ട് നോക്കുന്നതാണ് ചേച്ചി. പിന്നെ ഈ കഥ ഞങ്ങളിപ്പം അത് മാത്രമല്ല, ഈ കഥ ഞങ്ങളിവിടെ ഫസ്റ്റ് നരൻഭായിയോടും ഗോപിച്ചോട്ടും ജയ്സേട്ടും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇവർക്കും ഈ കഥ കേട്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമായി. അപ്പം കേട്ടാ പറഞ്ഞു, ഞങ്ങൾ ഫസ്റ്റ് മീറ്റിംഗ് തന്നെ എനിക്ക് ഗോപിച്ചേട്ടൻ വന്ന് ലണ്ടനിൽ നിന്ന് വരുന്നതല്ലോ, ലണ്ടനിൽ നിന്ന് വന്ന് നേരെ ഇദ്ദേഹത്തിന്റെ ഫ്ലാറ്റിൽ ഞങ്ങൾ രാവിലെ ഒരു 10 മണിക്ക് ഞങ്ങൾ ഇരിക്കുന്നു. അപ്പം അന്ന് നരേൻഭായി വന്നിട്ടുണ്ടായിരുന്നു, ജയ്സേട്ടൻ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ വെച്ച് ഞാൻ ഇവർ ഒരുമിച്ച് വീണ്ടും നറേറ്റ് ചെയ്തു. നരേൻഭായി നേരെ നറേറ്റ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഒരുമിച്ചിരുന്ന് ഞാൻ വീണ്ടും ഇവരെല്ലാവരും നറേറ്റ് ചെയ്തു. എല്ലാവർക്കും ഒരേപോലെ ഇവരുടെ ക്യാരക്ടേഴ്സും ഈ കഥയും ഇഷ്ടമാവുകയാണ്. അന്ന് ഇവര് തന്നൊരു കോൺഫിഡൻസും ഇവര് തന്നൊരു കയ്യുണ്ട്. അതാണ് അന്ന് തുടങ്ങിയൊരു ജേർണിയാണ് ഈ നിമിഷം വരെ ഇവിടെ എത്തി നിൽക്കുന്നു. പേര് പോലെ തന്നെ ആഘോഷമായിട്ട്. പിന്നെ ഗോപിച്ചേട്ടനൊക്കെ അതുപോലെ അറിയാമല്ലോ, ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം. ഗോപിച്ചേട്ടൻ ലൊക്കേഷൻ ഉണ്ടെങ്കിൽ ലൊക്കേഷൻ വേറെ വൈവാണ്. കാരണം ഗോപിച്ചേട്ടൻ ഇല്ല ഉള്ള സമയവും ഇല്ലാത്ത സമയവും കൃത്യമായിട്ട് അറിയാം. ഇവരുടെ മിക്ക ആൾക്കാർക്കും ഇദ്ദേഹത്തെ പേഴ്സണലി അറിയാമെന്ന് തോന്നുന്നത്. അത്രയും എനർജിയാണ്. പിന്നെ ഇവരുടെ കോമ്പിനേഷനും ഭയങ്കര രസമാണ്.
നയൻ ബൈ ജേസേട്ടൻ ബോബിച്ചേട്ടൻ അല്ലെങ്കിൽ മക്ബൂരില്ല മക്ബൂര് ഇവിടെ ഒരു കോമ്പിനേഷൻ അപാര കോമ്പിനേഷനാണ്. അപ്പൊ നമ്മൾ ഓഫ് സ്ക്രീൻ ആണെങ്കിലും ഓൺ സ്ക്രീൻ ആണെങ്കിലും ഭയങ്കര രസമായിട്ട് ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഈ കഥ എല്ലാവർക്കും തന്നെ കണക്ട് ആയിട്ടുള്ള എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ വേണ്ടി കഥയായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് ആണ് എല്ലാവരും ഈ പടത്തിൽ കൈവന്നിരിക്കുന്നത്. അതുപോലെ ഈ ആക്ടേഴ്സിന്റെ അടുത്ത് പറഞ്ഞപ്പോ ഇപ്പൊ ബോബിക്കാണെങ്കിലും ആ കഥ കെട്ടിയപ്പോ ചേച്ചിയുടെ അനുഭവങ്ങളാണ് പറയുന്നത്. ആ അനുഭവങ്ങൾ എങ്ങനെയാണ് ചേച്ചി അത് തരണം ചെയ്ത് പോയത്? ആ ചേച്ചി ആ സമയത്ത് എങ്ങനെയായിരുന്നു? ആ ഒരു മൂടൊക്കെ ബോബിക്ക് തോന്നുക എല്ലാവർക്കും തോന്നുന്ന ഒന്നാണ്. അല്ല, ഒന്നാമത് ഞാൻ കഥ എന്നോട് നരേറ്റ് ചെയ്യുന്നത് അമലായിരുന്നു. ഞാൻ ആ ക്യാരക്ടർ കേട്ട് കഴിഞ്ഞപ്പോ കിങ്സ് ബെന്നി എന്ന് പറയുന്ന എന്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയാം. എനിക്ക് ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറാണെന്ന് എനിക്ക് തോന്നിയതുകൊണ്ടാണ് ഞാൻ സിനിമ കമ്മിറ്റ് ചെയ്തത്. അതിനകത്ത് ചെറിയ മാസും കോമഡിയും എല്ലാം കൂടെ ചേർന്നൊരു ക്യാരക്ടറാണ് എൻ്റെ. അപ്പൊ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് തോന്നി, കാരണം ഒരുപാട് ടെൻഷൻസ് ഒന്നും ഇല്ല, വളരെ സ്ട്രേറ്റ് ഫോർവേഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ എന്ന് തോന്നി. പിന്നെ എന്റെ ടീം, ഞങ്ങളെല്ലാവരും ഇതിന്റെ നായകനും നരേനും ജെയ്സും എല്ലാവരും കൂടെ ഇരുന്നാണ് ഒന്നിച്ചാണ് കഥ കേൾക്കുന്നത്. അപ്പോ കേട്ടപ്പോ തന്നെ അവരുടെ ക്യാരക്ടേഴ്സ് എല്ലാവർക്കും തന്നെ വർക്കായി. എനിക്ക് ജെയ്സിനെ വിളിച്ചപ്പോൾ കോമഡി പറഞ്ഞുണ്ട്. ജെയ്സും ഒരു വ്യത്യസ്ത ക്യാരക്ടറാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതാണ്, അങ്ങനെയാണ് ഈ സിനിമ സംഭവിച്ചത്. എല്ലാവരും എന്താ പറയുക, എൻജോയ് ചെയ്തിട്ട് അവരെ പറ്റുന്ന രീതി. ഈ പറഞ്ഞ പോലെ ആ കഥാപാത്രമുണ്ട്, നമ്മുടെ കഥാപാത്രം. അതാണ് ഞാൻ ചോദിക്കുന്നത്. ആ കഥാപാത്രം ചേച്ചി പറഞ്ഞ ഒരു അനുഭവം ഉണ്ടല്ലോ, ഇന്ന ആളാണ് ആ ചേച്ചിയുടെ ഇന്ന ആളാണല്ലോ ആ കഥാപാത്രം. അപ്പൊ അദ്ദേഹം എന്തൊക്കെയാണ് ചെയ്തതെന്നാണോ ഈ കഥാപാത്രം നമ്മൾ അവതരിപ്പിക്കുന്നത്? അത് ചേച്ചി തന്നെ പറയേണ്ടി വരും, കാരണം ചേച്ചി കുമ്പസാരനെ സിനിമ. ഇത് ആക്ച്വലി അങ്ങനെ ഒരു റിയൽ ലൈഫ് സ്റ്റോറി എന്ന് പറയുന്നത് റിയൽ ക്യാരക്ടറിനെ ബേസ് ചെയ്തതല്ല. ചേച്ചി പല വർഷങ്ങളായിട്ട് കേട്ടിട്ടുള്ളത്, കാരണം കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്നതാണ് ചേച്ചി. അപ്പം പല ഒത്തിരി എക്സ്പീരിയൻസിൽ നിന്നും അങ്ങനെ പല ക്യാരക്ടേഴ്സ് പിക്ക് ചെയ്തിട്ട് ഒരു കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരാളുടെ മാത്രം ലൈഫ് സ്റ്റോറി അങ്ങനെ റിയലിസ്റ്റിക് സബ്ജക്റ്റ് അല്ല. എവിടെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്ത് പല കാര്യങ്ങളും പുറത്തുനിന്നുകൊണ്ട് ചേച്ചി ഉണ്ടാക്കിയ ഒരു കഥയാണ്. നരബായിക്കാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രൊഫസർ വേറെ ഈ കുമ്പസാര രഹസ്യങ്ങളായിട്ട് പ്രൊഫസർ ഇനി വരുമോ എന്നുള്ളതാണ് എനിക്ക് സംശയം. ഈ പ്രൊഫസറിന്റെ കഥാപാത്രം ഒരാളെന്തായാലും കുമ്പസാരിക്കുന്നത് ചെയ്തിട്ടുണ്ടോ? കഴിഞ്ഞാൽ മിക്കവാറും പലവരും, ഒരാളല്ല പലവരും വരും. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ നേച്ചറിന്റെ കാര്യം പറഞ്ഞ പോലെ ഈ പടത്തിലേക്ക് സാഹസം എന്ന് പറഞ്ഞ സെറ്റിലാണ് ഞാനിത് ആദ്യം കഥ പറയുന്നത്. പക്ഷെ അന്നത്തെ കഥ ഇതായിരുന്നില്ല, കുറച്ചൊരു അത് നമുക്കങ്ങ് എല്ലാവർക്കും അങ്ങോട്ട് യോജിക്കാൻ പറ്റില്ല, അതങ്ങ് വിട്ടു. പിന്നീട് ഏകദേശം ഒരു 3-4 ആഴ്ച കഴിഞ്ഞിട്ട് ഭയങ്കര ഒരു നിമിത്തം പോലെ നമ്മുടെ ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് ഗുമസ്തനെ കുറിച്ച് പറയും. അങ്ങനെ റീസെന്റ് ഗുമസ്തൻ കണ്ടു, ഇനി അതിൽ ഞാനൊരു ലാസ്റ്റ് സീനിൽ അഭിനയിച്ചു. ഞാൻ പറഞ്ഞു അതെ. അപ്പോ എന്തോ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, അവര് ആ ടീം 1 മാസം മുമ്പ് ഒരു കഥ പറഞ്ഞിട്ടുണ്ട്, ഇവര് കഥ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതങ്ങ് ആ സബ്ജക്ട് അവര് റീവർക്ക് ചെയ്യാണ്. പക്ഷെ അതിപ്പോ ചിലപ്പോ വേറെ ആരെങ്കിലും വെച്ച് ചെയ്തിട്ടുണ്ടാവും. ഇത് ഞാൻ എന്റെ സുഹൃത്തിൻ്റെ അടുത്ത് പറയും. ചിലപ്പോൾ അവർ റീവർക്ക് ചെയ്തിട്ട് അത് വേറെ ആരെങ്കിലും വെച്ച് ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവും, എനിക്കറിയില്ല, ഞാൻ പിന്നെ കോൺടാക്ട് ചെയ്തിട്ടില്ല. അത് പറഞ്ഞ് വിത്തിൻ 2-3 hours 2-3 മണിക്കൂറിന് ശേഷം ജെയ്സ് വിളിക്കുക. ഭയങ്കര ഓക്കെ, ജെയ്സ് വിളിച്ചു. ഞാൻ അതൊരു ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. കാരണം ഒരു സുഹൃത്തിന്റെ അടുത്ത് 1 മാസം മുമ്പ് കേട്ട കഥയെ കുറിച്ച് പറഞ്ഞ് അത് നമുക്ക് വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ ചിലപ്പോൾ അത് റീവർക്ക് ചെയ്തിട്ട് പിന്നെ എന്തുകൊണ്ട് അവർ എൻ്റെ അടുത്ത് വന്നില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും അടുത്ത് പോയിട്ടുണ്ടാവും എന്ന് പറഞ്ഞ് ഇരിക്കുകയും ജെയ്സ് വിളിച്ച് പറയുകയാണ്, അപ്പൊ നമുക്ക് ആ കഥ നാളെ കേട്ടാലോ. അതെനിക്ക് ഭയങ്കര നിമിത്തമായിട്ട് തോന്നി. അപ്പോഴാണ് എന്നിട്ട് ഞാൻ എനിക്ക് ബോബിയുടെ വീട്ടിൽ വെച്ചിട്ടാണ്. ബോബിയുടെ അടുത്ത് അന്ന് പിറ്റേ ദിവസം പറയണം വന്ന് നോക്കിയപ്പോൾ ഞാൻ വളരെ കൺവിൻസ്ഡ് ആയിരുന്നു തവണ. അപ്പൊ അങ്ങനെയാണ് ഞാൻ എന്റെ ഇതിലേക്കുള്ള എൻട്രി. പിന്നെ ഈ ചോദ്യത്തിന്റെ ഉത്തരം എനിക്കറിയില്ല, അത് ചേച്ചി തന്നെ പറയേണ്ടി വരും. അതായത് ഞങ്ങൾ ആദ്യം ഈ കഥ പ്ലാൻ ചെയ്തത് ഞങ്ങളുടെ ഫസ്റ്റ് ഓപ്ഷൻ നരേൻ ഭായ് തന്നെയായിരുന്നു. ഞാൻ ജെയ്സനെ പ്ലാൻ ചെയ്തത് ആ ക്യാരക്ടർ സൂര്യ എന്നൊരു കോളേജ് അധ്യാപക ക്യാരക്ടർ നരേൻ, കാരണം നമ്മുടെ മൈൻഡിൽ അദ്ദേഹത്തെ ഓൾറെഡി കുമസ്തൂർ ഗസ്റ്റ് അപ്പിയറൻസ് നരേൻ ഭായ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമുക്കുണ്ട്. അപ്പൊ അതുകൊണ്ട് അതും നമ്മൾ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ ക്യാരക്ടർ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ഡയലോഗ്സ് ആണെങ്കിലും ബാക്കി അല്ലെങ്കിൽ പല സീൻസും ചെയ്യുമ്പോഴൊക്കെ പല ഡയലോഗ്സും പല സീൻസും ഒക്കെ നരേൻ ഭായ് മനസ്സിൽ നമ്മൾ എഴുതിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ നരേൻ ഭായ് ഈ പടത്തിൽ അതുകൊണ്ട് വീണ്ടും ഞങ്ങൾ ആദ്യം പറഞ്ഞ കഥയിൽ നിന്ന് കുറച്ച് കറക്ഷൻസ് ചെയ്ത് റീവർക്ക് ചെയ്തിട്ട് വീണ്ടും നരേൻ ഭായ് വേണമെന്ന് ഞങ്ങൾക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വീഡിയോ ഞങ്ങൾ റീവർക്ക് ചെയ്ത് ഇദ്ദേഹത്തെ കേൾപ്പിക്കുകയായിരുന്നു. അപ്പൊ ആ രണ്ടാമത്തെ വേർഷൻ ഇവർക്ക് വർക്കായി ഇഷ്ടമായി. അങ്ങനെയാണ് വീണ്ടും ഈ പടം കമ്മിറ്റ് ചെയ്യുന്നത്.
ജനുവരിയിൽ ജനനായക വരെയാണ് നിലവിൽ അതിനെ പറ്റി പറയാവുന്നത് എന്താണ്? ഭയങ്കര ആഘോഷമായിട്ട് കാണുന്നതാണ്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ആഘോഷം അല്ലേ നമ്മൾ ചെയ്യുന്നത്. ഇതൊരു ആഘോഷമാക്കിയിട്ട് നമുക്ക് പിന്നീട് അതൊരു ആഘോഷമാക്കാം. ഇപ്പൊ പെട്ടെന്ന് പറയാനുള്ളത് 27-ാം തീയതി ഓഡിയോ ലോഞ്ചാണ്. മലേഷ്യയിൽ വെച്ചിട്ട് അതിന് പോകണം. അത് മാത്രമേ ശരി. ഷാജി കൈലാസിന്റെ മോനാണ്. എന്തായാലും 3 സിനിമകളായിരുന്നു എനിക്ക് തോന്നുന്നു. 3 സിനിമകളായി. പക്ഷെ അച്ഛന്റെ പാതയിലൂടെ തന്നെ ഒരു സിനിമയിലേക്ക് വരണം അങ്ങനെ എപ്പോഴെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ ആഗ്രഹിച്ചില്ല. അച്ഛൻ പഠിച്ചിട്ടുമില്ല. അപ്പൊ ഇതിൽ വിളിച്ചോണ്ട് ഇതിലോട്ട് വന്ന നമ്മുടെ പടത്തിന് ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മുടെ പടത്തിൽ വന്നു. നമ്മുടെ പടം കഴിഞ്ഞിട്ട് നേരെ ഋഷി പോയത് വരവിന്റെ ലൊക്കേഷനിലേക്കാണ്. അതായത് ഷാജി കൈലാസ് ഡയറക്ട് ചെയ്യുന്ന ജോജു ജോർജ് അഭിനയിക്കുന്ന പടത്തില് ഷാജി സാറിന്റെ ഭൂമിച്ചനുണ്ട്. ഷാജി സാറിന്റെ അതായത് സ്വന്തം അച്ഛന്റെ അസിസ്റ്റന്റ് വർക്ക് ചെയ്താണ് ഋഷി വന്നിരിക്കുന്നത്. അതായത് അവിടെ ചെന്നിട്ട് ഞാൻ എന്റെ അസോസിയേറ്റിന്റെ അടുത്ത് പറഞ്ഞിട്ടാണ് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞത്. ഞാൻ വരുന്നുണ്ട്. അങ്ങനെ ഒരു വേണ്ടായെന്നൊരു തീരുമാനമായിരുന്നു. എനിക്ക് നമ്മളെ സ്വന്തം തന്നെ കഴിവോടുകൂടി കയറാം അങ്ങനെ ഒരു തീരുമാനങ്ങളാണോ? ഞാൻ ചോദിക്കാറുണ്ട് അച്ഛൻ്റെ അടുത്ത് ക്യാരക്ടർ തരുമോ? ആ ചോദിക്കുമ്പോ എന്താണ് പറയാ? ക്യാരക്ടർ ഇല്ല. അതെ, ആ സിനിമ നമുക്ക് ഒരു ക്യാരക്ടർ ഉണ്ടായിരുന്നു പിന്നീട് തോന്നിയിട്ടുണ്ടോ? ഇല്ല, തോന്നിയിട്ടില്ല. തോന്നിയിട്ടുണ്ടില്ല. ഇല്ല, അച്ഛൻ പറഞ്ഞതല്ല കറക്റ്റ്. അച്ഛൻ പറഞ്ഞതല്ല കറക്റ്റ്. അത് തോന്നിയ ഏക ആളാണ് മറ്റേ. ഇതിലെങ്ങനെയുണ്ട്? ഇത് അടിപൊളിയാണ്. ഇത് ഒരു കോളേജ് സ്റ്റുഡന്റ് ആയിട്ടാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ള എല്ലാവരും ഭയങ്കര ഫണ്ണായിട്ടാണ് നമ്മൾ ഫുള്ളി വർക്ക് ചെയ്തത്. അപ്പം നമ്മളൊരു ഷൂട്ടും കൂടെ അല്ലായിരുന്നു, മൊത്തം ഒരു സെലിബ്രേഷൻ. ഇതില് ടാഗുകൾ പോലെ തന്നെ മൊത്തം ഒരു സെലിബ്രേഷൻ ആയിരുന്നു പടം മൊത്തം. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഇത്രയും സ്റ്റാർ കാസ്റ്റും ഇത്രയും ആർട്ടിസ്റ്റിന്റെ കൂടെ ഇത്രയും ക്രൂ മെമ്പേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം ചില ആക്ടേഴ്സ് ഓൺ സെറ്റിൽ ഉണ്ടാക്കുന്ന ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് പെർഫോമൻസിന് വല്ലാതെ എൻഹാൻസ് ചെയ്യിക്കും. ഇപ്പം ആഘോഷത്തിന് തന്നെ ഈ സെറ്റിലെ റീൽസും കാര്യങ്ങളൊക്കെ വളരെ രസമുള്ളായിരുന്നു. ഇപ്പം ഈ എന്താ ജോജു ചേട്ടനാണ് ആദ്യമായിട്ട് ഒരു പടം ഹിറ്റ് ആവുന്നതിന് മുമ്പേ ഒരു ആഫ്റ്റർ പാർട്ടി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ചാർലിക്ക് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ലാൽ സാറൊക്കെ ചെയ്യുന്ന ആഘോഷങ്ങൾ അറിയാം, ബേസിക്കലി ഫുഡൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ തമാശ പറഞ്ഞിട്ട്. ഇതൊക്കെ അവിടെ നിന്ന് വരുന്ന ഒരു ലൈഫ് ലെസൺ ആണ്. അതായത് നമ്മൾ ലൊക്കേഷനിൽ കുറച്ചുകൂടി ഈസിയായി ഫ്രീ ആയി ജോവിയലായ നല്ല പെർഫോമൻസസ് ചേർട്ട് ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അത് അങ്ങനത്തെ ഒരു സൈക്കോളജിയിൽ നിന്ന് വരുന്നതാണ്. ഐ മീൻ ബീങ് ഹാപ്പി എന്ന് പറയുന്നത് കൂടുതൽ പണിയല്ല. ഞാൻ മാക്സിമം എൻ്റെ ത്രൂ ഔട്ട് ലൈഫിലും അല്ലാതെ ജോലിയായിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നതാണ്. അപ്പം ഞാൻ ലൊക്കേഷനിലാണെങ്കിലും മാക്സിമം ഫൺ അല്ലെ കോമഡിയൊക്കെ പറഞ്ഞ് ആൾക്കാരെ ക്രിട്ടിസൈസ് ചെയ്ത് ഹ്യൂമിലിയേറ്റ് ചെയ്ത് അങ്ങനെ പോകുന്നതാണ്. പക്ഷെ അതൊന്നും അല്ല, അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാം പോസിറ്റീവ് എനർജി ആയിരിക്കും. അന്ന് വിശ്വസിക്കുന്നതാണ് ഞാൻ. കാരണം ഇപ്പം എൻ്റെ കൂടെ പെർഫോം ചെയ്ത ഒരാള് ഒരു ബാഡ് മൂഡിലോ ഒരു നെഗറ്റീവ് എനർജിയിലുള്ള ഒരാളാണ് ഉറപ്പായിട്ടും എന്നെയും ബാധിക്കുന്നത് തീർച്ചയായിട്ടും. കാരണം ഇപ്പം ഞാനും നരനും ജെയ്സും ചെയ്യുന്ന സീനില് ഇദ്ദേഹം ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ടിരിക്കുന്നു, നമ്മൾ രണ്ടും പെർഫോം ചെയ്യുന്നതൊക്കെ വരുമ്പോഴത്തേനും ആ സിനിമയ്ക്ക് ഒരു ഗുണം ചെയ്തിട്ട് നമുക്ക് ഗുണം ചെയ്തില്ല. അപ്പം എല്ലാവരുമായിട്ട് നല്ല വൈകിരിക്കുന്നതാണ് എപ്പോഴും സിനിമയ്ക്കും പേഴ്സണൽ ലൈഫിലും എല്ലാത്തിനും മാക്സിമം ഈ എല്ലാവരും നമ്മുടെ എനർജി നെഗറ്റീവ് എനർജി അല്ലാതെ ദേഷ്യവും വെറുപ്പും കാണിക്കുന്നത് നമ്മുടെ ഓരോ പേഴ്സണൽ പ്രശ്നങ്ങളുണ്ടൊക്കെയാണ്. ഇത് മറ്റുള്ളവരെ കാണിക്കേണ്ട ഒരു ആവശ്യമില്ല, അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമുക്ക് ചെയ്ത പേരും നമ്മുടെ സന്തോഷം പോകുന്നല്ലാതെ ഒരു ഗുണമില്ല. അപ്പൊ മാക്സിമം ഹാപ്പി ആയിട്ട് ജോയ് ആയിട്ടിരിക്കുക, പ്രോബ്ലംസ് എല്ലാം ഡീൽ ചെയ്യുക ഓൺ ദ സൈഡ്. ഞാൻ പൊതുവെ ചില ചെയർഫുൾ ഒരാളാണ്, അതാണ് എനിക്ക് ഇഷ്ടവും. നോർമലി ഒരു കോളേജ് പ്രൊഫസർ എന്നൊക്കെ പറയുമ്പോൾ ഇപ്പൊ മലയാളികൾക്ക് ഒറ്റ മുഖം വരുന്നത് മലർമിസ് എന്നുള്ളതാണ് പ്രേമത്തില്. ഇപ്പൊ ഇത് മാറും ഈ സിനിമയ്ക്ക് പ്രത്യേകിച്ച് നരേഞ്ചേട്ടൻ വരുമ്പോ ഒരു ഓഫീസിൽ നരേഞ്ചേട്ടൻ ഒരു കോളേജ് ചിത്രത്തിൽ വരുമ്പോ ഓഫീസിൽ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ക്ലാസ്മേറ്റ്സിലെ റൊമാൻസിലായിട്ടുണ്ട്. അപ്പൊ വീണ്ടും ഒരു കോളേജ് സിനിമ വരുന്നു, അല്ലെങ്കിൽ ഒരു മലർമിസായി മാറുമോ? മലർമിസായി മാറാനുള്ള ചാൻസ് ഇല്ല. പക്ഷെ ഞങ്ങൾക്ക് റൊമാൻസിന് ഒരുപാട് സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ
പക്ഷെ അതിനുള്ള ചാൻസ് കിട്ടിയില്ല. അത്രയും ബിൽഡ് ചെയ്യാനുള്ള ഒരു സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഞങ്ങളുടെ സ്ക്രിപ്റ്റിൽ. അതുകൊണ്ടാണ്. അല്ലാന്നുണ്ടെങ്കിൽ മേ ബി ഒരു കുട്ടി മലർന്ന് സാധനമുള്ള ചാൻസ് അവരായിട്ട് തന്നായിരുന്നു. ഇപ്പൊ തന്നെ ഞാൻ ആദ്യം പറഞ്ഞു, ഇപ്പൊ തന്നെ ഈ ട്രെയിലറും സോങ്സ് ഒക്കെ ഇപ്പൊ തന്നെ ചോദിക്കുന്നുണ്ട് കുറെ പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് ഹീറോയിനാണ് ഹീറോയിനാണ്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ അതിനുള്ള ഉത്തരം റോസ്മിൻ. ഇതിന് ഞാനൊരു കോളേജ് സ്റ്റുഡന്റ് ആയിരുന്നെങ്കിൽ ചിലപ്പോൾ അതൊരു മിസ്സായിരുന്നു. എല്ലാവർക്കും കേൾക്കേണ്ടത് അന്ന് ക്ലാസ്മേറ്റിൽ അന്ന് പഠിച്ചിറങ്ങിയ ആ പുള്ളിയില്ലേ, അത് പുള്ളി അധ്യാപകനായിട്ട് ഇവിടെ വരുന്നത്. അങ്ങനെ ആയി ചോദിച്ചു. ഈ ഗോപിച്ച ലാലേട്ടനുമായിട്ട് വലിയ കമ്പനിയാണ്, ഒരു അടുപ്പമാണ്. ഒരു സിനിമയിലേക്ക് വരും, ഒരു സിനിമ അഭിനയിക്കണം എന്നൊരു സ്വപ്നമൊന്നും താങ്കൾക്ക് ഇല്ലായിരുന്നു കൃത്യമായിട്ട് നമുക്കറിയാം. അല്ലാതെ തന്നെ സിനിമയോട് ഇഷ്ടപ്പെടുന്ന ആളാണ്. പണിയിലൂടെ സിനിമയിലേക്ക് വന്നിട്ട് ഈ അഭിനയം തുടങ്ങിയ ശേഷം ലാലേട്ടൻ സാധാരണ എന്താണ് താങ്കളോട് പറയാറ്? ഞാൻ ഇപ്പോഴും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന പടം അദ്ദേഹത്തിന്റെ മോളുടെ പടമാണ്, വിസ്മയ മോഹൻലാലിനുണ്ട്. ഞാൻ ഇപ്പം ഇങ്ങോട്ട് സിനിമയിലെ അഭിനയിക്കാൻ തുടങ്ങിയതിന് ശേഷം എല്ലാവർക്കും ഉള്ള ഒരു ആഗ്രഹമുണ്ട് മോഹൻലാൽ സാറിനോട് ഒരു പടം ചെയ്യണം. ഞാൻ മോഹൻലാൽ സാറിനോട് അഭിനയിച്ചിട്ടുണ്ട്. ഡ്രാമ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പ്രൊഡ്യൂസ് ചെയ്ത ആ പടത്തിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് 2-3 കോളുകൾ വന്നു ലാൽ സാറിനോട് അഭിനയിക്കാൻ. ഒന്ന് ബർബറിയിൽ സാറിന്റെ കൂടെ ചെയ്യാൻ എനിക്ക് വന്നു. അന്ന് ഞാൻ ആഘോഷത്തിന്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്യണമെന്ന് എനിക്ക് പോകാൻ പറ്റിയില്ല. പിന്നെ ദൃശ്യം 3 എനിക്ക് സാർ വിളിച്ചു വന്ന് ഞാൻ UK പോയി. അങ്ങനെ 2-3 കോളുകൾ വന്നു. സോ ഐ എം വെയിറ്റിംഗ് ഫോർ എ മൊമെന്റ് സാറിന്റെ കൂടെ ഒരു സിനിമ ചെയ്യണമെന്നൊരു ആഗ്രഹം. സിനിമ ചോദ്യം വന്നില്ല അല്ലേ? ചോദിച്ചത് ലാൽ സാർ എന്താണ് ഇപ്പം ഫുൾ സപ്പോർട്ട്. ഞാൻ അഭിനയിച്ച സീൻസ് തുടക്കത്തിന്റെ സാറ് കണ്ടിട്ട് എന്നെ വിളിച്ചിരുന്നു, നന്നായിട്ടുണ്ടെന്ന് മനെ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പം സാറ് ഞാൻ ഇതിനകത്തൂടെ ഈ പണി കഴിഞ്ഞ് ഇറങ്ങിയതിന് ശേഷം ഞാൻ ചോദിച്ചിട്ടാണ് എല്ലാവരോടും, എനിക്കറിയാവുന്ന ആൾക്കാരോടെല്ലാം ഞാൻ ചോദിച്ചു ചെയ്യണോ മുന്നോട്ട് അഭിനയിക്കണോ എന്ന് ചോദിച്ചപ്പോൾ അത് മുന്നോട്ട് പോകാൻ പറഞ്ഞല്ലോ. സോ ഹിസ് ബ്ലെസ്സിങ്സ് ദാറ്റ്. ബിഗ് സ്ക്രീനിൽ മാത്രമല്ല മിനി സ്ക്രീനിലും ഒരുപാട് പ്രേക്ഷകർ ഇഷ്ടമുള്ള ഒരാളാണ് താങ്കൾ. അപ്പം രണ്ട് ഫീൽഡാണ്. അപ്പം മിനി സ്ക്രീനായാലും ശരി ബിഗ് സ്ക്രീനിലായാലും ശരി അഭിനയിക്കുക എന്നുള്ള ആർട്ടിസ്റ്റിന്റെ ഒരു കഴിവാണ്. ആർട്ടിസ്റ്റ് കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം പക്ഷെ ഏറ്റവും പ്രേക്ഷകർ 2 വിധത്തിലാണ്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ട്. ബിഗ് സ്ക്രീനിൽ ഇപ്പൊ എല്ലാ ആൾക്കും ബിഗ് സ്ക്രീനിൽ ഇച്ചിരി ഫേമസ് ആവണം അല്ലെങ്കിൽ ഇതിന്റെ കഥാപാത്രം റെക്കഗ്നൈസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം മിനി സ്ക്രീനിലും അതുപോലെ ഏതാണ് ചൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ചെയ്യാൻ ഇച്ചിരി താല്പര്യമുള്ളത്? എപ്പോഴും മൂവി തന്നെയാണ്. പിന്നെ എന്താ പറയാ, എപ്പോഴും ഒരു വർക്ക് ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചൂസ് ചെയ്തതാണ് മിനി സ്ക്രീൻ. പിന്നെ ആക്ടിംഗ് അല്ലേ എന്താണെങ്കിലും ഇഷ്ടമാണ്, ആക്ടിങ് ഇഷ്ടമാണ്. അതുകൊണ്ട് ഏത് വർക്കായാലും ചെയ്യുമ്പോൾ ചെയ്യും. ഇതിലെ കഥാപാത്രം ഞാൻ ഇപ്പോൾ പറയുന്നില്ല, സസ്പെൻസ് നേരിട്ട് സ്ക്രീനിൽ തന്നെ കാണാം. ഞാനൊന്നും പറയുന്നില്ല.